അപ്പൊ ഇന്ന് നമ്മൾ കോർപ്പറേഷൻ ടാക്സ് അതേപോലെ ഇൻകം ടാക്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ കോർപ്പറേഷൻ ടാക്സിൽ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കുറെ പേര് സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യാം. ദെൻ അതിനുശേഷം ഒരു ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ദെൻ നമുക്കൊരു ഇൻകം ടാക്സിലെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് ഷെഡ്യൂൾ. CGT ഇന്നലെ ആക്ച്വലി ഞാൻ ലിങ്ക് മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ മാരത്തോണിന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരും ജോയിൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇന്നലെ മാരത്തോൺ എടുക്കാൻ പറ്റാതിരുന്നത്. ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലെ മാരത്തോൺ ആരും ഇല്ലാത്തതുകൊണ്ട് ക്യാൻസൽ ആയതാണ്. അപ്പൊ അതിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. അതായത് ഞാൻ റെക്കോർഡിങ്സ് നമ്മുടെ മാരത്തോണിന്റെ ഗ്രൂപ്പിലും ക്ലാസ്സിന്റെ ഗ്രൂപ്പിലും ഇടാം കേട്ടോ. പ്രീവിയസ്ലി എടുത്ത റെക്കോർഡിങ്സ് ഉണ്ട്, അപ്പൊ അത് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ കുറെ പേര് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, ഒന്ന് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് ഇ കൊമേഴ്സ്. സോ ഇ കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്, ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്യാം. ഓക്കെ, കോർപ്പറേഷൻ ടാക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ കപ്ലാൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 258. ഓക്കെ, സോ അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഇ കൊമേഴ്സ് PLC. അപ്പൊ എക്സാംസിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റെയർ ആയിട്ടാണ് വരിക. പക്ഷെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാംസിന് വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നോർമലി നമുക്ക് കോർപ്പറേഷൻ ടാക്സിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഡയറക്ട്ലി നോർമലി ചോദിക്കുന്ന പോലെ തന്നെ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി, പിന്നെ അതിന് ലോസ് റിലീഫ്, ഗ്രൂപ്പ് റിലീഫ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളടുത്ത് സാധാരണ ചോദിക്കാറുള്ളത്. പക്ഷെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അതായത് ഡയറക്ട്ലി ഉള്ള കമ്പ്യൂട്ടേഷൻ അല്ലാതെ റിവൈസ്ഡ് കമ്പ്യൂട്ടേഷൻ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ആ റിവൈസ്ഡ് കമ്പ്യൂട്ടേഷൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, നമുക്ക് ചെറിയൊരു പണിയാണ് അത് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ആദ്യം ചെയ്യാം. ഓക്കെ, സോ അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് നമുക്ക് നോക്കാം. അപ്പൊ റിക്വയർമെന്റിൽ ആദ്യത്തെ റിക്വയർമെന്റ് ഒരു 12 മാർക്സിന്റെ റിക്വയർമെന്റ് ആണ്. അപ്പൊ റിക്വയർമെന്റിൽ പറഞ്ഞിരിക്കുന്നത് prepare a revised version of e-commerce PLC's corporation tax computation for the year ended 31st March 25 after making any necessary corrections arising from your colleagues' queries. Okay, അപ്പോൾ റിവൈസ്ഡ് കാൽക്കുലേഷൻ നമ്മൾ ചെയ്യണം. ഓക്കെ, ദെൻ നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്, പിന്നെ റിക്വയർമെന്റ്സ് വായിക്കുമ്പോൾ നോട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സോ നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് യുവർ കാൽക്കുലേഷൻ ഷുഡ് കമൻസ് വിത്ത് ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫിഗർ ഓഫ് 21,02,300. And you should indicate by the use of zero any items referred to in queries 1 to 5 which do not require adjustments. Okay, അപ്പോൾ ഇത് 21,02,300 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത സാധനങ്ങൾക്ക് സീറോയില് മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? യു ആർ എ ട്രെയിനി ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് ആൻഡ് യുവർ ഫേം ഹാസ് റീസെന്റ് കംപ്ലീറ്റഡ് ഇറ്റ്സ് ഓഡിറ്റ് of e-commerce PLC's final statements for the year ended 31st March 25. The company runs an internal based retail business. Okay, so e-commerce PLC prepared its own corporation tax computation for the year ended 31st March 25, and your colleague has completed your firm's tax audit of these figures. Okay, അപ്പോൾ ഈ കമ്പനിയുടെ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തു. ദെൻ അതിന്റെ കോർപ്പറേഷൻ ടാക്സ് നമ്മുടെ കൊളീഗ് കൂടെ വർക്ക് ചെയ്യുന്ന ആളും പ്രിപ്പയർ ചെയ്തു. Then e-commerce PLC's original corporation tax computation along with the reference to a colleague's queries is as follows. അപ്പൊ അവരുടെ കോർപ്പറേഷൻ ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ വന്ന മിസ്റ്റേക്സ്, എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ആൻഡ് ഇഫ് എനി അഡ്ജസ്റ്റ്മെന്റ് ഡോണ്ട് ഹാവിങ് എനി അഡ്ജസ്റ്റ്മെന്റ്സ്, അപ്പൊ ഏതെങ്കിലും അവർ ചെയ്തതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് മെൻഷൻ ബൈ ദി യൂസ് ഓഫ് സീറോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വെച്ച് തന്നെയാണ് നമ്മുടെ ആൻസർ തുടങ്ങേണ്ടത്. സോ എക്സൽ. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതില് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വെച്ച് തന്നെ തുടങ്ങണം എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 21,02,300. ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റില് ഡിഡക്ഷൻ ഫോർ ലീസ് പ്രീമിയം 14,400 ലീസ് പ്രീമിയം ഡിഡക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ നമുക്ക് ആ ലീസ് പ്രീമിയത്തിന്റെ പരിപാടി എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്റെ ഒരു നോട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ലീസ് പ്രീമിയം ആയിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് 14,400 ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ ആക്ച്വൽ അഡ്ജസ്റ്റ്മെന്റ്? അപ്പൊ അത് കൊറി 2-ലാണ് ഉള്ളത്. കൊറി 2-ൽ പറയുന്നത് ഡിഡക്ഷൻ ഫോർ ലീസ് പ്രീമിയം. ദി എമൗണ്ട് ടാക്സ്ഡ് ഓൺ ദി ലാൻഡ് ലോഡ് ഹാസ് ബീൻ കറക്ട്ലി കാൽക്കുലേറ്റഡ്, ബട്ട് ദി ലൈഫ് ഓഫ് ദി ലീസ് ഷുഡ് ബി 15 years and not the 12 years used by e-commerce PLC. The lease started on 1st April 2024. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്തുവാ? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് 14,400 ഇവിടെ ഡിഡക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഡിഡക്ട് ചെയ്തിരിക്കുന്ന ലീസ് പ്രീമിയത്തില് അവര് ലാൻഡ് ലോഡിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തൊക്കെ കറക്റ്റാ. നമ്മൾ ഈ ലീസിന്റെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമ്മൾ ഒരു അസറ്റ് ലീസിന് എടുക്കുമ്പോൾ, ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ലീസിന് എടുക്കുമ്പോൾ അതിന് ലാൻഡ് ലോഡിന്റെ അസസബിൾ ഇൻകം എത്രയാണെന്ന് നോക്കും. നമ്മൾ ലാൻഡ് ലോഡിന്റെ അസസബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ലീസ് പ്രീമിയം -2% ഓഫ് N-1 into P, അത് നമ്മൾ മൈനസ് ചെയ്യും. അപ്പൊ കിട്ടുന്നതാണ് ലീസ് പ്രീമിയം അസസ്ഡ് ആസ് ഇൻകം. പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് ലാൻഡ് ലോഡ് അസസ് ചെയ്യുന്ന ഇൻകം അതാണ്. അപ്പൊ ആ ഇൻകം ഡിവൈഡഡ് ബൈ ലീസ് പീരിയഡ് ഇൻ ഇയേഴ്സ്, അതാണ് നമ്മൾ ലീസ് ട്രേഡിംഗ് ഇൻകം കമ്പ്യൂട്ടേഷനിൽ ഡിഡക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് അതിന്റെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ അസസ്ഡ് എമൗണ്ട് എത്ര ഒരു എമൗണ്ട് ഉണ്ട്, അത് ഡിവൈഡഡ് ബൈ 15 ആണ് ചെയ്യേണ്ടത്. കാരണം ലീസിന്റെ പീരിയഡ് എത്രയാ? ദി ലൈഫ് ഓഫ് ലീസ് ഷുഡ് ബി 15 years ആൻഡ് നോട്ട് ദി 12 years യൂസ്ഡ് ബൈ ഇ-കൊമേഴ്സ് PLC. അപ്പോൾ ലീസിന്റെ പീരിയഡ് 15 years ആയിരുന്നു. ഓക്കെ, അപ്പൊ അവർ ചെയ്തത് 12 years വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിക്കും ഡിഡക്ട് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? അപ്പൊ നമുക്ക് ഇവിടെ ഡിഡക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് 14,400 അല്ലേ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നേ? അല്ലെ, 14,400 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 14,400 എന്ന് പറയുന്നത് ലാൻഡ് ലോഡ് അസസ് ചെയ്ത ഏതോ എമൗണ്ട് ഡിവൈഡഡ് ബൈ 12 ആണ് 14,400 അല്ലെ. ലാൻഡ് ലോഡ് അസസ് ചെയ്ത എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ 12 ചെയ്തപ്പോൾ 14,400 കിട്ടി. ആ 14,400 ഈ കൊമേഴ്സ് PLC അലോബിൾ ഡിഡക്ഷൻ ആയിട്ട് കുറച്ചു. അപ്പൊ അഡ്ജസ്റ്റ്മെന്റിൽ നമ്മളോട് പറയാണ് ഇത് 12 year അല്ല. ഓക്കെ, ഇതിന്റെ പീരീഡ് 12 year അല്ല, 15 year ആണ്. ഓക്കെ, അപ്പൊ ലാൻഡ് ലോഡ് അസസ് ചെയ്ത എമൗണ്ട് ഡിവൈഡഡ് ബൈ 15 ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഡിഡക്ട് ചെയ്യേണ്ട ലീസ് പ്രീമിയത്തിന്റെ എമൗണ്ട് കിട്ടും. അപ്പൊ ഇവിടെ ലാൻഡ് ലോഡ് അസസ് ചെയ്ത എമൗണ്ട് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ലാൻഡ് ലോഡ് അസസ് ചെയ്ത എമൗണ്ട് എത്രയാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ലാൻഡ് ലോഡ് അസസ് ചെയ്ത എമൗണ്ട് ഡിവൈഡഡ് ബൈ 12 ആണ് 14,400. ഓക്കെ, അപ്പോ ആ 14,400 ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാൻഡ് ലോഡ് അസസ് ചെയ്ത എമൗണ്ട് കിട്ടില്ലേ? അല്ലെ, ഒരു എമൗണ്ട് ഡിവൈഡഡ് ബൈ 12 ചെയ്തു, അപ്പൊ 14,400 കിട്ടി. അപ്പൊ ഏത് എമൗണ്ട് ഡിവൈഡഡ് ബൈ 12 ആണ് നമ്മൾ ചെയ്തതെന്ന് അറിയണമെങ്കിൽ 14,400 ഇൻറ്റു 12 ചെയ്താൽ പോരെ? അപ്പോ 14,400 ഇൻറ്റു 12 ഇത് ചെയ്യുമ്പോൾ 170-800. അപ്പൊ ഈ 170-800 ആണ് ലാൻഡ് ലോഡ് അസസ് ചെയ്ത ഇൻകം. ഓക്കെ, അപ്പൊ ലാൻഡ് ലോഡ് അസസ്ഡ് ആസ് ഇൻകം എന്ന് പറയുന്നത് ലാൻഡ് ലോഡ് ഇൻകം ആയിട്ട് അസസ് ചെയ്തിരിക്കുന്നത് 14,400 ഇൻറ്റു 12 ആണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ആക്ച്വലി എത്ര ലീസ് പ്രീമിയം ഡിഡക്ട് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ആക്ച്വലി എത്ര ഡിഡക്ട് ചെയ്യാൻ പാടുള്ളൂ? ഇത്രയും ലാൻഡ് ലോഡ് അസസ് ചെയ്ത എമൗണ്ട് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 15 ചെയ്യണം. ഓക്കെ, അപ്പൊ 15 ആകുമ്പോൾ 11,520 ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിൽ ഡിഡക്ട് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 14,400 ആണ്. അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോ 21,02,300 14,400 അല്ല ഡിഡക്ട് ചെയ്യേണ്ടത്, 11,520 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ലീസ് പ്രീമിയത്തിന്റെ എമൗണ്ട് ആയിട്ട് 11,520 ഡിഡക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പൊ ഓൾറെഡി അവർ ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇയറിൽ വ്യത്യാസമുണ്ട്. അപ്പൊ വ്യത്യാസം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആക്ച്വൽ ഡിഡക്ട് ചെയ്യേണ്ട എമൗണ്ട് നമ്മൾ ഡിഡക്ട് ചെയ്തു. 11,520 നമ്മൾ ഡിഡക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആദ്യത്തെ ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വിട്ടുപോയല്ലോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ തന്നെ നമുക്കൊരു നോട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ നോട്ടോട്ടാ തുടങ്ങിയത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നോട്ട് നമ്പർ 1
അതിലെന്താ പറയുന്നത് നോക്കാം. ഓർഡർ ഒന്ന് മാറിപ്പോയി, അത് കുഴപ്പമില്ല. അങ്ങോട്ട് ഫസ്റ്റ് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആദ്യം എടുത്തു വെച്ചാൽ നോ ഇഷ്യൂസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നോട്ട് 1 പറയുന്നത് ഇങ്ങനെയാണ്. ക്വറി നമ്പർ 1, ലീഗൽ ഫീസ്. E-commerce PLC has treated all of the company's legal expenditure as allowable when calculating its operating profit. However, legal expenses include the following. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, നമ്മുടെ ഇ-കൊമേഴ്സ് PLC അവർക്ക് വന്നിട്ടുള്ള എല്ലാ ലീഗൽ എക്സ്പെൻസുകളും അലോവബിൾ ഡിഡക്ഷൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അലോവബിൾ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ എല്ലാ ലീഗൽ ഫീസുകളും ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ലീഗൽ ഫീസുകൾ ഓൾറെഡി ഡിഡക്റ്റഡ് ആണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഇത്രയും ഈ 4 ലീഗൽ ഫീസുകൾ ഡിഡക്റ്റഡ് ആണ്. ഓക്കെ, ഓൾറെഡി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഡിഡക്ട് ചെയ്തിട്ടുള്ള ഇതൊക്കെ, ഈ ഫീസുകളെല്ലാം ഡിഡക്ട് ചെയ്ത എമൗണ്ട് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പൊ ആദ്യത്തെ ലീഗൽ ഫീസ്, ഓക്കെ, അപ്പൊ ലീഗൽ ഫീസ് ഓഫ് 80,200 ഇൻ കണക്ഷൻ വിത്ത് ആൻ ഇഷ്യൂ ഓഫ് £1 പ്രിഫറൻസ് ഷെയർസ്. അപ്പൊ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്ന ലീഗൽ ഫീസ് ആണ്. ഓക്കെ, അപ്പൊ ഷെയർ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് ഇത് നമുക്ക് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമ്മൾ അത് ആദ്യം ഒന്ന് മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ ഷെയർ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് വരുന്ന ലീഗൽ ഫീസസ് അത് ഡിസലൗഡ് ആണ്. ഓക്കെ, ഷെയർ അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഷെയർ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് വരുന്ന ലീഗൽ ഫീസുകൾ കമ്പനിക്ക് ഡിസലൗഡ് എക്സ്പെൻഡിച്ചറാണ്. അപ്പൊ 80,200 ഇൻകർ ചെയ്ത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഇൻ റിലേഷൻ വിത്ത് ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അപ്പൊ ഷെയർസ് റിലേറ്റഡ് ആയിട്ട് വന്ന ലീഗൽ ഫീസ് ഡിസലൗഡ് ആണ്. അപ്പോ നമ്മൾ അത് എന്ത് ചെയ്യണം, ഡിസലൗഡ് എക്സ്പെൻഡിച്ചേഴ്സിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ 80,200 നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ലീഗൽ എക്സ്പെൻസ്, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറഞ്ഞു, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് വരുന്ന ലീഗൽ എക്സ്പെൻസസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. അപ്പൊ 80,200 നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഇനി അതേപോലെ അടുത്ത ലീഗൽ എക്സ്പെൻസ് എന്താണ്, ലീഗൽ ഫീസ് ഓഫ് 90,800 ഇൻ കണക്ഷൻ വിത്ത് ദി ഇഷ്യൂ ഓഫ് ലോൺ നോട്ട്സ്. ദി ലോൺ വാസ് യൂസ് ടു ഫിനാൻസ് ദി കമ്പനീസ് ട്രേഡിംഗ് ആക്ടിവിറ്റി. അപ്പൊ ഒരു ലോൺ നോട്ട് ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ലീഗൽ ഫീസ് ആണ്. അപ്പോൾ ആ എടുത്ത ലോണ് ട്രേഡിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ലോണാണ്. അപ്പോൾ ട്രേഡിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി ലോൺ എടുത്തു. അപ്പൊ ആ ലോണ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ട്രേഡിംഗ് റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ ആണ് അല്ലെ. അപ്പൊ സെക്കൻഡ് വൺ ഈസ് എൻ അലോവബിൾ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് ഓൾറെഡി ഡിഡക്റ്റഡ്. അപ്പൊ നമ്മൾ ഇനി ഫെർദർ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ചെയ്യേണ്ട. ഓക്കെ, സോ അപ്പൊ ലോൺ നോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ ഫീ അത് അലൗഡ് ആണ്. സോ നമ്മൾ അതിനെ 0 കാണിച്ചു. ഓക്കെ, ഇനി അടുത്ത ലീഗൽ ഫീസ് എന്ന് പറയുന്നത് ലീഗൽ ഫീസ് ഓഫ് 14,900 ഇൻ കണക്ഷൻ വിത്ത് ദി റിന്യൂവൽ ഓഫ് 99-year ലീസ് ഓഫ് പ്രോപ്പർട്ടി. അതായത് നമുക്ക് നോർമൽ കേസിൽ റിന്യൂവൽ ഓഫ് ലീസ് വരികയാണെങ്കിൽ ലീസിന്റെ റിന്യൂവൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ലീഗൽ ഫീസ് അലോവബിൾ ഡിഡക്ഷൻ ആണ്. പക്ഷെ അതിൽ ചെറിയൊരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ലോങ് ടേം ലീസ് ആണെങ്കിൽ അതിന്റെ റിന്യൂവലിന് വരുന്ന ലീഗൽ ഫീസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പോലെ ട്രീറ്റ് ചെയ്യും, അതായത് ഡിസലൗഡ് എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഒരു ലീസ് ഷോർട്ട് ടേം ലീസ് ആണോ ലോങ് ടേം ലീസ് ആണോ എന്ന് ഫിക്സ് ചെയ്യുന്നത് 50 ഇയേഴ്സിന്റെ കണക്ക് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ 50 ഇയേഴ്സിനേക്കാൾ കൂടുതൽ ടൈം പീരീഡിലുള്ള ലീസ് ലോങ് ടേം ലീസാണ്. 50 ഇയേഴ്സിനേക്കാൾ കുറവ് ടൈം പീരീഡ് ഉള്ള ലീസുകളാണ് ഷോർട്ട് ടേം ലീസ്. ഓക്കെ, അപ്പൊ ഇവിടെ 99 ഇയേഴ്സിന്റെ ലീസാണ്. അപ്പോൾ അതൊരു ലോങ് ടേം ലീസാണ്. അപ്പോൾ ലോങ് ടേം ലീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന റിന്യൂവൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ലീഗൽ ഫീസ് അത് ഡിസലൗഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ 14,900 ഡിസലോ ചെയ്യണം. ഈ റൂൾസ് നമുക്ക് അങ്ങനെ സ്പെസിഫിക്കലി പറയുന്നില്ല, ഈ ഒരു ക്വസ്റ്റ്യനിലാണ് അത് കണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ക്ലാസ്സിൽ ഇപ്പൊ പറയാൻ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ 14,900. അപ്പൊ എനി റിന്യൂവൽ എക്സ്പെൻസസ് റിലേഷൻ വിത്ത് ദി ലീസ് ഓഫ് ലീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലീഗൽ ഫീസസ് ഇഫ് ഇറ്റ്സ് എ ലോങ് ടേം ലീസ് ദാറ്റ്സ് എ ഡിസലൗഡ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പൊ ഇത് ലോങ് ടേം ലീസ് ആയതുകൊണ്ട് 14,900 ഡിസലൗഡ് ആണ്. അപ്പോൾ അത് നമ്മൾ കാണിച്ചു. ഓക്കെ, അത് ഡിസലൗഡ് ആണ്, നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. പിന്നെ അതേപോലെ
ലീഗൽ ഫീസ് ഓഫ് 8,800 ഇൻ കണക്ഷൻ വിത്ത് ദി രജിസ്ട്രേഷൻ ഓഫ് എ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന്റെ ലീഗൽ ഫീസ്. അപ്പൊ ഈ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ട്രേഡ് മാർക്ക് നമ്മുടെ കമ്പനിയുടെ ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ട്രേഡ് മാർക്ക് നമ്മുടെ കമ്പനിക്ക് ഒരു ട്രേഡ് മാർക്ക് എടുക്കുന്നത് ട്രേഡിംഗ് റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ അല്ലേ? അപ്പൊ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനീനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലോഗോ ഇതാക്കിയിട്ട് അത് രജിസ്റ്റർ ചെയ്യാണ്. അപ്പൊ അത് നമ്മുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് ഒരു ലീഗൽ ഫീസ് വന്നു. അപ്പൊ അത് അലോവബിൾ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ അത് ഓൾറെഡി ഡിഡക്റ്റഡ് ആണ്. സീറോ കാണിക്കാം. ഓക്കെ, അപ്പൊ ട്രേഡ് മാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ ഫീ അലൗഡ് ആണ്, 0 കാണിച്ചു. ഓക്കെ, അപ്പൊ നോട്ട് 1 ഈ 4 ലീഗൽ ഫീസുകൾ പറഞ്ഞിരുന്നു. അതിൽ 2 അലൗഡും 2 ഡിസലൗഡും ആണ്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, പിന്നെ പ്രീമിയം ഓൺ ലീസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. സെക്കൻഡ് നോട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി തേർഡ് വൺ, ക്യാപിറ്റൽ അലവൻസസ്. ഇപ്പൊ ക്യാപിറ്റൽ അലവൻസ് ആയിട്ട് അവർ ഡിഡക്ട് ചെയ്തിരിക്കുന്നത് 209,200 ആണ്. ഓക്കെ, 2,09,200 ക്യാപിറ്റൽ അലവൻസ് ആയിട്ട് ഓൾറെഡി ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ നോട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ക്യാപിറ്റൽ അലവൻസിന്റെ നോട്ടിൽ 2 പോയിന്റ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഇ-കൊമേഴ്സ് PLC പർച്ചേസ്ഡ് 4 cars ഡ്യൂറിംഗ് ദി ടാക്സ് ഇയർ 31 March 25. ഈ കമ്പനി ഒരു ഇയറിൽ 4 കാറുകൾ മേടിച്ചു. ഓക്കെ, ആൻഡ് ഓൾ 4 cars ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദി പ്ലാന്റ് ആൻഡ് മെഷീനറി മെയിൻ പൂൾ. ഡീറ്റെയിൽസ് ആർ ആസ് ഫോളോസ്. അപ്പൊ ഇവര് പർച്ചേസ് ചെയ്ത എല്ലാ കാറും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? മെയിൻ പൂളിൽ കാണിച്ചു. മിസ്റ്റേക്ക് അല്ലേ? മേടിക്കുന്ന എല്ലാ കാറും കൊണ്ട് മെയിൻ പൂളിൽ കാണിക്കാൻ പാടുണ്ടോ? നമുക്ക് മെയിൻ പൂളിൽ ഏതേ വരുള്ളൂ? 50 അപ് ടു 50 വരെ CO2 എമിഷൻ ഉള്ള കാർസ് ആണ് മെയിൻ പൂളിൽ വരാം. 50+ CO2 എമിഷൻ ഉള്ള കാർസ് സ്പെഷ്യൽ ലൈറ്റ് പൂളിൽ പോകണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം മെയിൻ പൂളിൽ കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് റീകാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് റീകാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇതില് ആദ്യത്തെ കാർ നമ്പർ 1. അപ്പൊ ഇതെല്ലാ കാറും മെയിൻ പൂളിൽ കാണിച്ചാല് എന്തായിരിക്കും അതിന് വന്ന ഇമ്പാക്ട്? എല്ലാ കാറും മെയിൻ പൂളിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ കാറിന്റെയും നോക്കാം നമുക്ക്. 20,300 ആദ്യത്തെ കാറിന്റെ പ്രൈസ്, രണ്ടാമത്തെ കാറ് 24,900, മൂന്നാമത്തെ കാറ് 51,750, നാലാമത്തെ കാറ് 19,800. അതായത് ഈ കാറ് പർച്ചേസ് ചെയ്ത എല്ലാ എമൗണ്ടും മെയിൻ പൂളിലുണ്ട്. അപ്പൊ 1,16,750 മെയിൻ പൂളിൽ ഉണ്ടാവും. അപ്പൊ മെയിൻ പൂളിൽ ഈ എമൗണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ പൂളിന്റെ WDA ഇവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഈ കാറിന്റെ മേലെ. ഓക്കെ, അപ്പോ WDA ഒരു 21,015 വന്നിട്ടുണ്ട്. പിന്നെ ഇത്ര വലിയ എമൗണ്ട് അവർക്ക് കിട്ടിയത്? ഓക്കെ, അപ്പൊ ഇത്രയും കാറിന്റെ എമൗണ്ടിന്റെ മേലെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? WDA മാത്രമായിരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആക്ച്വലി ചെയ്യേണ്ടത് അങ്ങനെയല്ലല്ലോ, അല്ലെ? അപ്പൊ അതിൽ എന്തൊക്കെയോ എറേഴ്സുകൾ ഉണ്ട്. ഇത് ചെയ്തത് എററാണ്. അപ്പൊ ഈ എറർ കൊണ്ട് എന്തൊക്കെ ഇഷ്യൂസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഓൾറെഡി ഇവർ കണ്ടുപിടിച്ചിരിക്കുന്ന ക്യാപിറ്റൽ അലവൻസ് എത്രയാ? ഇവർ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ അലവൻസ് 209,200 ആണ്. ഓക്കെ, 209,200 ഇവര് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ അലവൻസ്. അപ്പൊ ഇതില് 2 മിസ്റ്റേക്കുകൾ വന്നു എന്ന് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട്. ദർ ആർ 2 ഇഷ്യൂസ് ഹിയർ. ഇപ്പൊ ക്യാപിറ്റൽ അലവൻസ് റിലേറ്റഡ് ആയിട്ട് 2 ഇഷ്യൂസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഇഷ്യൂ ഇതാണ്, എല്ലാ കാറും മെയിൻ പൂളിൽ കാണിച്ചു. അപ്പൊ ഈ ആദ്യത്തെ കാർ നമ്പർ 1, ഈ കാർ നമ്പർ 1 അവര് മെയിൻ പൂളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാർ നമ്പർ 1 റിലേറ്റഡ് ആയിട്ട് അവരെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ? അവർ ചെയ്തിരിക്കുന്നത് കറക്റ്റ് അല്ലേ? അതായത് അപ് ടു 50 ഗ്രാം വരെ CO2 എമിഷൻ ഉള്ള കാറ് മെയിൻ പൂളിലാണ് കാണിക്കേണ്ടത്. അത് അവർ മെയിൻ പൂളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ കാർ നമ്പർ 1 റിലേറ്റഡ് ആയിട്ട് അത് അവർ കറക്റ്റ് ആയിട്ട് ചെയ്തത് കൊണ്ട് അത് എറർ അല്ല. അപ്പൊ ക്യാപിറ്റൽ അലവൻസിൽ അതുകൊണ്ട് ഒരു മിസ്റ്റേക്സും വരാനില്ല. ഓക്കെ, അപ്പൊ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ കാറിന്റെ CO2 എമിഷൻ 44 ഗ്രാം പെർ കിലോമീറ്റർ ആണ്. അപ്പൊ ഈ രണ്ടാമത്തെ കാറ് വരേണ്ടത് ഏത് പൂളിലാ? മെയിൻ പൂളിലാണ്. 50 ഗ്രാമിനേക്കാൾ കുറവല്ലേ CO2 എമിഷൻ? അതും അവർ മെയിൻ പൂളിൽ, എല്ലാ കാറും മെയിൻ പൂളിലല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ കാർ മെയിൻ പൂളിൽ കാണിച്ചിരിക്കുന്നതും കറക്റ്റ് ആണ്, അതിൽ മിസ്റ്റേക്സ് ഒന്നുമില്ല. അപ്പോ
അതുകൊണ്ട് വേറെ ചേഞ്ചസ് ഒന്നും ക്യാപിറ്റൽ അലവൻസിൽ വരാനില്ല. ഇനി മൂന്നാമത്തെ കാറിന്റെ CO2 എമിഷൻ 145 ഗ്രാം പെർ കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ അത് മിസ്റ്റേക്ക് അല്ലേ. ഈ മൂന്നാമത്തെ കാറ് എവിടെ കാണിക്കാൻ പാടുള്ളൂ? സ്പെഷ്യൽ റേറ്റ് പൂളിലെ കാണിക്കാൻ പാടുള്ളൂ. കാരണം അത് മോർ ദാൻ 50 CO2 എമിഷൻ ഉള്ള കാറാണ്. അപ്പൊ ഈ കാറിന് സ്പെഷ്യൽ റേറ്റ് പൂളിൽ കാണിക്കണം. അപ്പൊ സ്പെഷ്യൽ റേറ്റ് പൂളിൽ കാണിക്കുന്നതിന് പകരം അവർ കൊണ്ടുവന്ന് മെയിൻ പൂളിൽ കാണിച്ചു. അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോ ആക്ച്വൽ ക്യാപിറ്റൽ അലവൻസിന്റെ കമ്പ്യൂട്ടേഷനിൽ ഒരു വ്യത്യാസം വരത്തില്ലേ? ഇപ്പൊ വരുന്ന വ്യത്യാസം എന്തുവാ? ഈ മൂന്നാമത്തെ കാറ് മെയിൻ പൂളിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ മെയിൻ പൂളിന്റെ WDA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ കാറിന്റെ എമൗണ്ടും കൂടി കൂട്ടിയിട്ടല്ലേ WDA കാൽക്കുലേറ്റ് ചെയ്യുക. മെയിൻ പൂളിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ എല്ലാ കാറുകളുടെ വാല്യൂവും ടോട്ടലിൽ വരും. ആ ടോട്ടൽ വാല്യൂവിന്റെ മേലെ WDA കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ആ ടോട്ടൽ മെയിൻ പൂളിന്റെ ടോട്ടലിന്റെ ഉള്ളിൽ ഈ കാറിന്റെ വാല്യൂം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ കാറിന്റെ വാല്യൂവിന്റെ മേലെയും 18% WDA കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ കാറ് മെയിൻ പൂളിൽ വരേണ്ടതല്ലല്ലോ, സ്പെഷ്യൽ റേറ്റ് പൂളിൽ വരേണ്ടതല്ലേ. സ്പെഷ്യൽ റേറ്റ് പൂളിലാണ് ഈ കാറ് വരുന്നതെങ്കിൽ അതിന് WDA എത്രയേ കിട്ടുള്ളൂ? 6% കിട്ടുള്ളൂ. അപ്പൊ ഈ കാറ് മെയിൻ പൂളിൽ കാണിക്കുന്നത് കൊണ്ട് ക്യാപിറ്റൽ അലവൻസിൽ എത്ര ഡിഫറൻസ് വരും? ഇവരിപ്പോ 51,750 ആണ് ഈ കാറിന്റെ പ്രൈസ്. ഈ കാറിന്റെ പ്രൈസ് മെയിൻ പൂളിൽ കാണിച്ചു. ഓക്കെ, ദെൻ അതിന്റെ മേലെ 18% WDA കാൽക്കുലേറ്റും ചെയ്തു. ശരിക്കും എത്ര കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ? 6% കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോ എത്ര പെർസെന്റേജ് WDA കൂടുതലായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു? 6ന് പകരം 18 കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഒരു 12% WDA കാൽക്കുലേറ്റ് ചെയ്തത് കൂടുതലല്ലേ? അപ്പൊ അങ്ങനെയാവുമ്പോ 51,750യുടെ 12%, ഈ 12% കിട്ടിയത് എങ്ങനെയാ? 18 - 6, അതായത് 18% WDA ആണ് ഇവര് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും 6% WDA കിട്ടാൻ പാടുള്ളൂ. 12% WDA കാൽക്കുലേറ്റ് ചെയ്തത് കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഇതിന്റെ എറർ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് ഇത്രയും എമൗണ്ട് ഓഫ് WDA, ഈ അഡീഷണലി കാൽക്കുലേറ്റ് ചെയ്ത WDA ക്യാപിറ്റൽ അലവൻസിൽ നിന്ന് കുറയ്ക്കണം. ഓൾറെഡി അവർ ക്യാപിറ്റൽ അലവൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ 6210 നമ്മൾ മൈനസ് ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെ വന്ന എറർ നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ എറർ നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി അടുത്ത കാർ 4, കാർ നമ്പർ 4ൽ എന്താ പറയണേന്ന് നോക്കാം. കാർ നമ്പർ 4 എന്ന് പറയുന്നത് 19,800 ആണ് ഇതിന്റെ കോസ്റ്റ്. 0 grams per kilometer ആണ്. ഓക്കെ, അപ്പൊ ഇവര് 4 കാറുകൾ മേടിച്ചു എന്നാ പറയുന്നത്. അപ്പോ ഹോപ്പ്ഫുള്ളി നമുക്കത് പുതിയ കാറായിരിക്കും. സെക്കൻഡ് ഹാൻഡ് കാറാണ് മേടിച്ചതെങ്കിൽ എടുത്ത് പറയും. അപ്പൊ ഈ 4ാമത്തെ കാറ് ഒരു പുതിയ കാറ് കമ്പനിയിലേക്ക് മേടിച്ചു, 0 CO2 എമിഷൻ ഉള്ള കാറാണ്. അപ്പൊ അതിനെന്ത് കിട്ടും? ഫസ്റ്റ് ഇയർ അലവൻസ് കിട്ടും അല്ലെ? 100% ഫസ്റ്റ് ഇയർ അലവൻസ് കിട്ടേണ്ട കാറാണ് 4ാമത്തെ കാറ്. ഇവരതിന് ഫസ്റ്റ് ഇയർ അലവൻസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവർ ആ കാറിന്റെ വാല്യൂ നേരെ അവിടെ കൊണ്ടുവന്നു, മെയിൻ പൂളിൽ കാണിച്ചു. അപ്പൊ മെയിൻ പൂളിൽ ഈ കാറിന്റെ വാല്യൂ കാണിച്ചപ്പോ അതിന്റെ 18% WDA മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. ശരിക്കും ആ കാറിന്റെ പ്രൈസ് മുഴുവൻ അലവൻസിൽ ഫസ്റ്റ് ഇയർ അലവൻസ് ആയിട്ട് കിട്ടേണ്ടതല്ലേ? 19,800 അലവൻസ് ആയിട്ട് കിട്ടേണ്ടതാണ്. പക്ഷെ ഇവരതിനെ മെയിൻ പൂളിൽ കാണിച്ചത് കൊണ്ട് 19,800ന്റെ 18% WDA മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോ ബാക്കിയുള്ള എമൗണ്ട് ഇപ്പൊ 19,800 ഈ കാറിന് ഫസ്റ്റ് ഇയർ അലവൻസ് ആയിട്ട് നമുക്ക് കിട്ടണം. സോ 19,800ല് 18% ഓൾറെഡി WDA ആയിട്ട് കിട്ടിയില്ലേ? 19,800ന്റെ 18% WDA ആയിട്ട് കിട്ടിയില്ലേ? അപ്പൊ ഇനി 19,800ല് എത്ര എമൗണ്ടും കൂടി അപ്പൊ ഇനി കിട്ടാനുണ്ട് നമുക്ക്? 82%. അല്ല, 82% എങ്ങനെ കിട്ടി? അതായത് ഈ കാറിന്റെ 100%ഉം WDA ഫസ്റ്റ് ഇയർ അലവൻസ് ആയിട്ട് കിട്ടണം. അപ്പൊ ആ കാറിന് ഫസ്റ്റ് ഇയർ അലവൻസ് ക്ലെയിം ചെയ്ത മെയിൻ പൂളിലേക്ക് കൊണ്ടുപോയി ഇട്ടു. മെയിൻ പൂളിൽ ഇട്ടപ്പോ ഈ കാറിന്റെ 18% WDA മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോ 100%ഉം കാറിന്റെ പ്രൈസ് നമുക്ക് അലവൻസ് കിട്ടേണ്ടതാണ്. പക്ഷെ അതിന്റെ 18% മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ കോസ്റ്റിൽ ബാക്കിയുള്ള 82% അതും കൂടെ നമുക്ക് അലവൻസിലേക്ക് കൂടണം. അലവൻസ് അവിടെ കൂടുക വേണ്ടത്. ഇപ്പൊ 19,800 82% നമ്മൾ അലവൻസിലേക്ക് കൂട്ടും.
ഓക്കെ, അപ്പൊ ഈ കാറുകളുടെ 4എണ്ണത്തിലും ആദ്യത്തെ 2 കറക്റ്റ് ആയിരുന്നു. മൂന്നാമത്തെ 4-മത്തേലും വന്ന മിസ്റ്റേക്സ് നമ്മൾ കറക്റ്റ് ചെയ്തു. ക്യാപിറ്റൽ അലവൻസിൽ വേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത മിസ്റ്റേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് 2 ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ഇഷ്യൂസ് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ഇഷ്യൂ എന്താണെന്ന് നോക്കാം. 4 years ago, e-commerce PLC purchased computer equipment on which a short life asset election has been made. അപ്പോൾ ഷോർട്ട് ലൈഫ് അസറ്റ് എലക്ഷൻ നടത്തിയ ഒരു കമ്പ്യൂട്ടർ എക്യുപ്മെന്റ്, അതായത് ഒരു അസറ്റിന് 8 ഇയേഴ്സിനേക്കാൾ കുറവ് യൂസ്ഫുൾ ലൈഫ് ആണെങ്കിൽ നമ്മൾക്ക് അതിനെ സെപ്പറേറ്റ്ലി പൂൾ ചെയ്യാം. എലക്ഷൻ നടത്തിയാൽ അതിനെയാണ് ഷോർട്ട് ലൈഫ് അസറ്റ് എന്ന് പറയാം. അപ്പോൾ ഷോർട്ട് ലൈഫ് അസറ്റിന് നമ്മൾ സെപ്പറേറ്റ്ലി പൂൾ ചെയ്യും. പറഞ്ഞിട്ടില്ലേ, ഷോർട്ട് ലൈഫ് അസറ്റും പ്രൈവറ്റ് യൂസ് അസറ്റ്സും സെപ്പറേറ്റ്ലി പൂൾ ചെയ്യുന്ന അസറ്റ്സ് ആണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ മേടിച്ചു, ഷോർട്ട് ലൈഫ് അസറ്റ് എലക്ഷൻ നടത്തി. അപ്പൊ ആ ഒരു പൂളില് കമ്പ്യൂട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, then for the year ended 31st March 25, the return down allowance claimed on this equipment was 1512, calculated at the rate of 18%. However, the computer equipment was actually scrapped with nil proceeds on 10th December 2024. അപ്പോൾ ഇവര് എന്താ ചെയ്തിരിക്കുന്നത്, ഷോർട്ട് ലൈഫ് അസറ്റ് ഇവര് വിറ്റു. അതായത് സെപ്പറേറ്റ്ലി ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു അസറ്റ് സെപ്പറേറ്റ് ഒരു പൂളിൽ കിടക്കുന്നുണ്ടാവും. ആ സെപ്പറേറ്റ്ലി പൂൾ ചെയ്ത അസറ്റിനെ, ആ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന അസറ്റിനെ ഈ വർഷം അവർ സെല്ല് ചെയ്തു. പ്രൊസീഡ്സ് ഒന്നുമില്ല, വിറ്റപ്പോ പൈസയൊന്നും കിട്ടിയില്ല, സ്ക്രാപ്പ് ചെയ്തതാണ്. അപ്പൊ സാധനം സെല്ല് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് അസറ്റ്സ് സെല്ല് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മൾ എന്ത് ചെയ്യും, റെലവെന്റ് പൂൾസിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പൊ ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ പൂളിൽ നിന്ന് ഇതിന്റെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്തുള്ള എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യും. അപ്പൊ ഡിസ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ കോസ്റ്റ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ്, ഇതിൽ ലോവസ്റ്റ് അല്ലേ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ സെല്ലിംഗ് പ്രൈസ് ആണ് ലോവസ്റ്റ്, സെല്ലിംഗ് പ്രൈസ് 0 ആണ്. അപ്പൊ കമ്പ്യൂട്ടർ എക്യുപ്മെന്റിന്റെ മാത്രം പൂളില് 0 നമ്മൾ മൈനസ് ചെയ്യും. ഓക്കെ, അപ്പോ 0 മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ എക്യുപ്മെന്റിന്റെ പൂളിൽ പിന്നെ ബാലൻസ് എത്രയുണ്ടാവും, 1512. അതായത് ഇവിടെ പറയുന്നുണ്ട് ഇതിന്റെ റിട്ടേൺ ഡൗൺ അലവൻസ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 1512ലാണ്. അതായത് അപ്പൊ ആ പൂളില് 1512 ആയിരിക്കും ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ 1512 ആ പൂളിൽ ഉണ്ടായിരുന്നു, അതിന്റെ മേലെ 18% കാൽക്കുലേറ്റ് ചെയ്തു. WDA കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഇൻഡിവിജ്വലി പൂൾ ചെയ്തൊരു അസറ്റ് നമ്മൾ വിറ്റു. അത് വിറ്റ് കഴിഞ്ഞിട്ടും ആ വിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ പൂളിൽ നിന്ന് ആ വിറ്റ പ്രൈസ് നമ്മൾ മൈനസ് ചെയ്യും. വിറ്റ പ്രൈസ് അല്ലേ കോസ്റ്റ്, ലോവർ നമ്മൾ മൈനസ് ചെയ്യും. പിന്നെ ആ പൂളിൽ ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മൾ ബാലൻസിങ് അലവൻസോ ബാലൻസിങ് ചാർജോ ആയിട്ട് എടുക്കണം, അല്ലെ? അപ്പോ അവര് കാണിച്ചിരിക്കുന്നത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, നോക്കട്ടെ ഒരു സെക്കൻഡ്. അപ്പൊ ഇവര് കാണിച്ചിരിക്കുന്നത് WDA 18% കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. WDA 18% കാൽക്കുലേറ്റ് ചെയ്ത WDA ആണ് 1512. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോ ഈ പൂളില് അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ഒരു പൂള്, കമ്പ്യൂട്ടർ എന്നും പറഞ്ഞ് സെപ്പറേറ്റ് ഒരു പൂൾ ഉണ്ടായിട്ടുണ്ടാവും. ഇത് ആൻസറിൽ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ്ലി ഒരു പൂള് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതില് പൂളിൽ എത്ര ബാലൻസ് ഉണ്ട് നമുക്ക് അറിയില്ല, പൂളിലെ TWD എത്രയാന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പൂളിലെ WDA കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഈ വർഷം നമ്മൾ ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ പൂളിലുള്ള അസറ്റ് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിസ്പോസ് ചെയ്യുന്നത് 0 പ്രൊസീഡ്സിനാണ്. അപ്പൊ നമ്മൾ 0 മൈനസ് ചെയ്യും. ഓക്കെ, അപ്പൊ 0 മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ പൂളിൽ ഒരു ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതും എത്രയാന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞത് ആ ടോട്ടൽ എമൗണ്ടിന്റെ മേലെ WDA 18% കാൽക്കുലേറ്റ് ചെയ്തു. ആ WDA 1512 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് WDA 18% 1512 ആണെന്ന് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 1512 18% ആണെങ്കിൽ അതിന്റെ 100% ആയിരിക്കില്ലേ ടോട്ടൽ, ആ സെയിം എമൗണ്ട് ആയിരിക്കില്ലേ TWDV, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് ആയിരിക്കാം ഈ പൂളിൽ ഉണ്ടായിരുന്ന എമൗണ്ട്? 1512 into 100/18. ഓക്കെ, അപ്പോ 1512 ഏതോ ഒരു എമൗണ്ടിന്റെ 18% ആണ്. അപ്പൊ ഈ 18%ന്റെ 100% കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എമൗണ്ട് ആയില്ലേ? അപ്പൊ നമ്മൾ അത് എങ്ങനെ കണ്ടുപിടിക്കും? 1512 into 100/18. അപ്പൊ ആ പൂളില് ഉണ്ടായിട്ടുണ്ടാവുക, ടോട്ടൽ ആ പൂളിൽ ഉണ്ടായിട്ടുണ്ടാവുക 8400 ആണ്. 8400ന്റെ 18% ആണ് 1512. അപ്പൊ ഇവർ ചെയ്തത് മിസ്റ്റേക്ക് അല്ലേ? ശരിക്കും ചെയ്യേണ്ടത് എന്താ? ഈ കമ്പ്യൂട്ടർ വിറ്റു,
കമ്പ്യൂട്ടർ വിറ്റ് കഴിഞ്ഞപ്പോൾ അതില് ആ പൂളിൽ ഇനി ടോട്ടൽ ഒരു 8,400 ഉണ്ട്. 8,400ന്റെ WDA കാൽക്കുലേറ്റ് ചെയ്തു. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇൻഡിവിജ്വൽ പൂൾഡ് അസറ്റ് വിറ്റാൽ ആ പൂളിലുള്ള ബാലൻസ് മുഴുവൻ അലവൻസ് പൂളിലേക്ക് പോണ്ടേ? അപ്പൊ 8,400 മുഴുവൻ അലവൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതല്ലേ? 8,400 അലവൻസിൽ കിട്ടണം. പക്ഷെ അലവൻസിലേക്ക് എത്രയേ വന്നിട്ടുള്ളൂ? 1512 വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ 1512 അലവൻസിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര എമൗണ്ടും കൂടി ഇനി ആഡ് ചെയ്യണം? 8,400 വരണം, പക്ഷെ 1512 അവരെടുത്തിട്ടുള്ളൂ. സോ ബാക്കി ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട എമൗണ്ട് 6,888. ഓക്കെ, അപ്പൊ ഈ കമ്പ്യൂട്ടർ എക്യുപ്മെന്റിന്റെ ഡിസ്പോസൽ റിലേറ്റഡ് ആയിട്ട് ഒരു ബാലൻസിങ് അലവൻസ് വരും. ഓക്കെ, ഇൻഡിവിജ്വലി പൂൾ ചെയ്ത് അസറ്റ് വിറ്റു, ആ അസറ്റിന്റെ പൂളിൽ ബാലൻസ് ഉള്ള എമൗണ്ട് അലവൻസിലേക്ക് കിട്ടണം. ആ ബാലൻസ് മുഴുവൻ അവരെടുത്തില്ല, WDA മാത്രം എടുത്തു. അപ്പൊ WDA എടുത്തത് 1512 ആണ്. ഇനി ഒരു 6,888 കൂടി എടുക്കാനുണ്ട്. അതപ്പോ അലവൻസിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് നമ്മൾ നേരെ അലവൻസിലേക്ക് ആഡ് ചെയ്യും. അപ്പോ ഈ വന്ന എറേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ അലവൻസിൽ ഇങ്ങനെ വന്ന എറേഴ്സ് നമ്മൾ കറക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അവർ ഫൈൻഡ് ഔട്ട് ചെയ്ത ക്യാപിറ്റൽ അലവൻസ് ഇത്രയായിരുന്നു. അതിൽ വന്ന എറേഴ്സ് എല്ലാം നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത്, കറക്റ്റ് ക്യാപിറ്റൽ അലവൻസ് എന്ന് പറയുന്നത് ഈ എമൗണ്ട് ആണ്. ഓക്കെ, ഇതാണ് ആക്ച്വൽ ക്യാപിറ്റൽ അലവൻസ്. അപ്പൊ അത്ര എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അലവൻസ് നമ്മൾ മൈനസ് ചെയ്യാം. ആക്ച്വൽ ക്യാപിറ്റൽ അലവൻസ് 226,114 നമ്മൾ ആക്ച്വൽ ക്യാപിറ്റൽ അലവൻസ് മൈനസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെയാണ് ചേഞ്ചസ് ഉള്ളത് നോക്കാം നമുക്ക്. അപ്പോ ക്യാപിറ്റൽ അലവൻസ് മൈനസ് ചെയ്ത് ട്രേഡിംഗ് പ്രോഫിറ്റ് 1878,700 ആണ് അവർക്ക് കിട്ടിയത്. നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ഇതാണ്, കറക്റ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ കമ്പനിയുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആയി. ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടോ നോക്കണം നമുക്ക്. ഈ കമ്പ്യൂട്ടേഷൻ ഒക്കെ ഒന്ന് താഴേക്ക് ആക്കട്ടെ. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് പ്രോപ്പർട്ടി ഇൻകം. ട്രേഡിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞ അടുത്ത സോഴ്സ് ഓഫ് ഇൻകം പ്രോപ്പർട്ടി ഇൻകം. പ്രോപ്പർട്ടി ഇൻകത്തിന്റെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 156,700 ആണ് പ്രോപ്പർട്ടി ഇൻകത്തിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ അതില് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ പ്രോപ്പർട്ടി ഇൻകത്തില് തന്നിരിക്കുന്നത് 156,700. അതിന്റെ നോട്ട് നമ്പർ 4ൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നോട്ട് 4ലേക്ക് ഒന്ന് പോവാം നമുക്ക്. ഓക്കെ, നോട്ട് 4ൽ പറയുന്നത് there are two issues here. അപ്പൊ അതിലും പ്രോപ്പർട്ടി ഇൻകത്തിൽ ഇവർ എന്തൊക്കെയോ സാധനങ്ങൾ തെറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ 2 ഇഷ്യൂസ് വന്നിരിക്കുന്നത് ഇതൊക്കെയാ. ഇ-കൊമേഴ്സ് PLC ഹാസ് ക്ലെയിംഡ് എ ഡിഡക്ഷൻ ഫോർ റിപ്പയർസ് ഓഫ് 95,300 in respect of a warehouse which was purchased on 21st May 2024. അപ്പോൾ ഒരു വെയർഹൗസ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പയറിന്റെ റിഡക്ഷൻ 95,300 അവർ ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. ദി വെയർഹൗസ് വാസ് പർച്ചേസ്ഡ് ഇൻ ഡയലാപ്പിഡേറ്റഡ് സ്റ്റേറ്റ്, അതായത് നശിച്ചുപോയ ഒരു അവസ്ഥയിലാണ് അവരെന്ത് ചെയ്തത്, ഈ വെയർഹൗസ് പർച്ചേസ് ചെയ്തത്. ആൻഡ് കുഡ് നോട്ട് ബി ലെറ്റ് അണ്ടിൽ ദി റിപ്പയർസ് വാസ് ക്യാരിഡ് ഔട്ട്. അപ്പൊ ഈ പണികളൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സാധനം നമുക്ക് ലെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദിസ് ഫാക്ട് വാസ് റെപ്രസെന്റഡ് ബൈ എ റെഡ്യൂസ്ഡ് പർച്ചേസ് പ്രൈസ്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് ഒരു റെഡ്യൂസ്ഡ് പർച്ചേസ് പ്രൈസിലാണ് നമുക്കിത് മേടിക്കാൻ പറ്റിയത്. ഓക്കെ, ദി പ്രോപ്പർട്ടി വാസ് ഫസ്റ്റ് ലെറ്റ് ഔട്ട് ഓൺ 1st July 2024. ജൂലൈ 24 തൊട്ട് അത് ലെറ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ഈ കംപ്ലീറ്റ്ലി നശിച്ചു പോയൊരു താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇവർ മേടിച്ചത്. ഓക്കെ, ദെൻ ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റിപ്പയറും ഈ പരിപാടികളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു അഡീഷണൽ കൺസ്ട്രക്ഷൻ തന്നെയല്ലേ നടക്കുന്നത്. അതായത് ഒരു പ്രോപ്പർട്ടി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, അത് ഇൻഡിവിജ്വൽ ആണെങ്കിലും കമ്പനി ആണെങ്കിലും ഒരേപോലെ ആട്ടോ. അതായത് ഒരു പ്രോപ്പർട്ടി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആണ്, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാതെ നമുക്ക് ആർക്കും താമസിക്കാൻ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിലുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ആ പ്രോപ്പർട്ടീന്റെ മേലെ എന്തെങ്കിലും ഒരു എക്സ്പെൻസ്
നമ്മൾ അതൊന്ന് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ അത് കംപ്ലീറ്റ്ലി റിപ്പയർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല, അത് കൺസ്ട്രക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് ഈ 95,300 എന്ന് പറയുന്ന എമൗണ്ട് ഒരു അഡീഷണൽ കൺസ്ട്രക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു അഡീഷണൽ കൺസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കംപ്ലീറ്റ്ലി നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. അതിന്റെ SBA ആണ് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ SBA എന്ന് പറയുന്ന സാധനം പ്രോപ്പർട്ടി ഇൻകത്തിലും ട്രേഡിംഗ് ഇൻകത്തിലും ആപ്ലിക്കബിൾ ആണ്. അതായത് ഇപ്പൊ ഒരു പ്രോപ്പർട്ടി ഇൻകം, ഒരു പ്രോപ്പർട്ടി എനിക്കുണ്ട്, ആ പ്രോപ്പർട്ടിയിലേക്ക് ഒരു പോർഷൻ കൂടി ഞാൻ കൺസ്ട്രക്ട് ചെയ്താൽ ആ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലേ, അത് പ്രോപ്പർട്ടി ഇൻകത്തിന്റെ കമ്പ്യൂട്ടേഷനിൽ കുറയ്ക്കാൻ പറ്റില്ല. പക്ഷേ കൺസ്ട്രക്ഷൻ കോസ്റ്റിന്റെ SBA കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ അത് തന്നെ സംഭവിച്ചു. അപ്പൊ ഇതേപോലെ ഫുള്ളി ഡാമേജ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി മേടിച്ചാൽ അത് ഒന്ന് റീസ്റ്റോർ ചെയ്താൽ റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ആ restoration cost will be considered as a construction cost. So in this scenario, this 95,300 is a construction cost. അപ്പൊ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആവുമ്പോൾ നമുക്ക് അതിന്റെ മേലെ SBA ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഓൾറെഡി ഇവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി ഇൻകത്തിൽ ഇവർ ഈ 95,300 മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ 95,300 കംപ്ലീറ്റ്ലി മൈനസ് ചെയ്യാൻ പറ്റൂലല്ലോ. 95,300ന്റെ മേലുള്ള SBA കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എത്ര SBA വരും? 95 SBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3%. സോ 95,300 ഇൻറ്റു 3% നമ്മൾ ചെയ്യും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് ഫസ്റ്റ് ജൂലൈ മുതലാണ് ലെറ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മുടെ ഇയറിന്റെ എൻഡ് 31 മാർച്ച് 25. അപ്പൊ ഈ ഒരു ഇയർ മുഴുവൻ ഈ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ. കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് ജൂലൈയിലല്ലേ. അപ്പൊ ജൂലൈ മുതലുള്ള SBA കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ജൂലൈ മുതൽ മാർച്ച് വരെ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 9 മന്ത്സാണ് ഉള്ളത്. അപ്പൊ ജൂലൈ ടു മാർച്ച് 9 മന്ത്സ്, 9/12, ഇത്രയും എമൗണ്ട് ആണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, SBA ആയിട്ട് ഈ 95,300 റിലേറ്റഡ് ആയിട്ട് ഈ 95,300 മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ 95,300 മുഴുവൻ ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് എ കൺസ്ട്രക്ഷൻ കോസ്റ്റ്. അതിന്റെ SBA മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവര് 95,300 മുഴുവൻ കുറച്ചിരിക്കുകയാണ്. അത് ആ 95,300 കുറച്ചിട്ട് കിട്ടിയ പ്രോപ്പർട്ടി ഇൻകം ആണ് ഈ പറയുന്ന എത്ര എമൗണ്ട്, 156,700. പ്രോപ്പർട്ടി ഇൻകത്തിൽ 156,700 ഉണ്ട്. ഇത് 95,300 മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണ്. ഇപ്പൊ 95,300 നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, 2,144 കുറയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ 95,300 ഓൾറെഡി ഡിഡക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ എക്സ്ട്രാ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോ 95,300, അപ്പൊ ഈ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ്, 2,144. ഇപ്പൊ 2,144 കുറയ്ക്കേണ്ടതിന് പകരം അവര് 95,300 ആണ് കുറച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിഫറൻസ്, അപ്പൊ അവര് ഡിഡക്ട് ചെയ്ത എമൗണ്ട് ഭയങ്കരമായിട്ട് കൂടിപ്പോയില്ലേ അല്ലെ. അപ്പോ എക്സ്ട്രാ ഡിഡക്ട് ചെയ്ത എമൗണ്ട് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എക്സ്ട്രാ എമൗണ്ട് എത്ര ഡിഡക്ട് ചെയ്തു വര്, 95,300 അവർ ഡിഡക്ട് ചെയ്തു. അതില് 2,144 ഡിഡക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ എക്സ്ട്രാ ഡിഡക്ട് ചെയ്തിരിക്കുന്നത് 93,156 ആണ്. അപ്പൊ ഈ 93,156 നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ 93,156 നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ 93,156 നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. ആ എറർ, അപ്പോ പ്രോപ്പർട്ടി ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എറർ നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനിയും പ്രോപ്പർട്ടി ഇൻകത്തിൽ എറർ ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്ത എറർ എന്താണ് പ്രോപ്പർട്ടി ഇൻകത്തിലെ, ഇ-കൊമേഴ്സ് PLC ഡിഡ് നോട്ട് റിസീവ് ദി റെന്റ് ഡ്യൂ ഓഫ് 16,200 in respect of this warehouse for the quarter ended 31st May 25 until 1st April 2025. None of this amount has been taken into account in calculating the property business profit for the year ended 31st March 25. അപ്പൊ നമുക്ക് ഒരു മെയ് 25 മുതൽ ഏപ്രിൽ 25 വരെയുള്ള 16,200 റെന്റ്, അതായത് മെയ്
ഏപ്രിൽ മെയ്. ഓക്കെ ഓക്കെ, പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ 16,200 റെന്റ് ഡ്യൂ ഉണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക്. അത് ഏത് ക്വാർട്ടറിലെയാണ്? 31 മെയ് 25 ആ ക്വാർട്ടറിലെ, അതായത് ഒരു ക്വാർട്ടറിലെ റെന്റ് ആണ്. ഇപ്പൊ മെയ് ആണ് ക്വാർട്ടർ റെന്റ്. അപ്പൊ ഏതൊക്കെയായിരിക്കും ആ മാസം? മെയ്, ഏപ്രിൽ, മാർച്ച്, ഏപ്രിൽ, മെയ്. ഓക്കെ, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ ഒരു 3 ക്വാർട്ടറിലെ റെന്റ് എന്തായിട്ടില്ല, അവർക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോ 3 മാസത്തെ റെന്റാണ് ഈ 16,200. അപ്പൊ ഈ 16,200 കിട്ടാത്തത് കൊണ്ട് ഈ 16,200 ഒരു പ്രോപ്പർട്ടി ഇൻകത്തിന്റെ കമ്പ്യൂട്ടേഷനിൽ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോ കമ്പനീസിന് പ്രോപ്പർട്ടി ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അക്രൂവൽ ബേസിസിലല്ലേ ചെയ്യുക. അപ്പൊ ആക്ച്വലി റെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമ്പനി നോക്കേണ്ട കാര്യമുണ്ടോ? റിസീവബിൾ റെന്റ് അല്ലേ കാണിക്കുക. അപ്പൊ ഈ 16,200 3 മാസത്തെ റെന്റാണ്. അപ്പൊ ഇതിൽ നമ്മുടെ അക്കൗണ്ടിങ് പീരീഡിൽ വരുന്ന മാസങ്ങൾ ഏതൊക്കെയാ? ഈ 3 മാസം എന്ന് പറഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ഇതാണ് 3 മാസം. ഇതില് മാർച്ച് മന്ത് മാത്രമല്ലേ നമ്മുടെ അക്കൗണ്ടിങ് പീരീഡിൽ വരുന്നുള്ളൂ. 31 മാർച്ച് ആണ് നമ്മുടെ അക്കൗണ്ടിങ് പീരീഡിന്റെ എൻഡ്. ഏപ്രിലും മെയ്യും ഒക്കെ അടുത്ത അക്കൗണ്ടിങ് പീരീഡിൽ വരുന്നതാ. അപ്പൊ നമ്മുടെ ഈ അക്കൗണ്ടിങ് പീരീഡില് വരുന്ന റെന്റൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,200ന്റെ 1/3 ആയിരിക്കും. ഓക്കെ, അപ്പൊ 16,200 3 മാസത്തെ റെന്റാ. ആ 3 മാസത്തിൽ ഒരു മാസമാണ് നമ്മുടെ അക്കൗണ്ടിങ് പീരീഡിൽ വരിക. അപ്പൊ ആ ഒരു മാസത്തെ റെന്റ് റിസീവബിൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അക്രൂവൽ ബേസിസ് ആണ് കിട്ടിയതായിട്ട് കാണിക്കണം. സോ 16,200ന്റെ 1/3 5,400 നമ്മൾ ഇൻകം ആയിട്ട് കാണിക്കണം. ഓക്കെ, അപ്പൊ ഈ 2 എറേഴ്സ് ആണ് പ്രോപ്പർട്ടി ഇൻകത്തിൽ വന്നത്. അത് രണ്ടും നമ്മൾ കറക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോ പ്രോപ്പർട്ടി ഇൻകം എന്ന് പറയുന്നത്, അപ്പൊ ആക്ച്വൽ പ്രോപ്പർട്ടി ഇൻകം എന്ന് പറയുന്നത് ഈ എമൗണ്ട് ആണ്. പ്രോപ്പർട്ടി ഇൻകം ഇത്ര എമൗണ്ട് പ്രോപ്പർട്ടി ഇൻകം ഉണ്ട്. ഇനി വീണ്ടും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പൊ പ്രോപ്പർട്ടി ഇൻകത്തിന്റെ കറക്ഷൻസ് എല്ലാം നമ്മൾ ചെയ്തു. ഇനി അടുത്തത് ലോൺ ഇൻട്രസ്റ്റ് റിസീവബിൾ ആണ്. ലോൺ ഇൻട്രസ്റ്റ് റിസീവബിൾ 42,400 ഉണ്ട്. നോട്ട് നമ്പർ 5 അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഓക്കെ, ലോൺ ഇൻട്രസ്റ്റ് റിസീവബിൾ 5 42,400. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. അപ്പൊ 5th നോട്ടില് എന്താ പറയുന്നത്? The accrual at 31st March 25 has been calculated at 4,800, but because of falling interest rates, the accrual should actually be 3,500. ഓക്കെ, അപ്പോ ഈ ഇതില് അക്രൂവൽ എന്ന് പറയുന്നത് 4,800 ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അക്രൂവൽ എന്ന് പറഞ്ഞാല് എന്താ? നമുക്ക് കിട്ടാനുള്ളതാണ്. ഓക്കെ, അപ്പൊ അക്രൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ബാക്കിയുള്ള, അപ്പൊ 31st March 25 നമുക്ക് കിട്ടാൻ ബാക്കിയുള്ള ഇൻട്രസ്റ്റ് 4,800 ആണ്. പക്ഷെ ഇൻട്രസ്റ്റിന്റെ റിഡക്ഷൻ വരുന്നത് കൊണ്ട് അത് ആക്ച്വലി 3,500 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മുടെ ഇൻട്രസ്റ്റ് റിസീവബിളില് നമ്മൾ ഈ 4,800 അല്ലേ കാണിച്ചിട്ടുണ്ടാവുക, അല്ലെ? 4,800 നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് കമ്പനീസിൽ വരുമ്പോ അക്രൂവൽ ബേസിസിലാണ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഈ ഇൻട്രസ്റ്റിന്റെയും അക്രൂവൽ ബേസിസിലുള്ള കാൽക്കുലേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ 4,800 നമുക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ആണ്. ഈ ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ എവിടെ കാണിച്ചിട്ടുണ്ടാവുക? നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ ആക്ച്വലി 4,800 ഇൻട്രസ്റ്റ് കിട്ടാനില്ല, 3,500 കിട്ടാനുള്ളൂ. അപ്പൊ നമുക്ക് വന്നിട്ടുള്ള ഇൻട്രസ്റ്റ് ഇൻകത്തിൽ, നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻകത്തില് നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻകം എത്രയാണെന്ന് തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനില്. ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 42,400 ആണ്, അല്ലെ? 42,400 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻകം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇതില് നമുക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് 4,800 ആയിരിക്കും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടാവുക. ഓക്കെ, പക്ഷെ അത് ആക്ച്വലി എത്രയുള്ളൂ? 3,500 കിട്ടാനുള്ളൂ. അപ്പൊ നമ്മൾ ഈ 42,400 എന്ത് ചെയ്യണം? അത് ഡിഡക്ട് ചെയ്ത് കാണിക്കണം. അതായത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കാണിച്ചിട്ടുണ്ടാവുന്നത് 4,800 ആയിരിക്കും ഇൻട്രസ്റ്റ് ഇനി കിട്ടാനുള്ള ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും 42,400 എത്തിയിട്ടുണ്ടാവുക. അപ്പൊ ശരിക്കും 4,800 കിട്ടാനില്ല, കിട്ടാനുള്ള 3,500 ഉള്ളൂ. ഓക്കെ, അപ്പൊ അത്ര എമൗണ്ട്. അപ്പൊ നമ്മുടെ
42,400 4,800 ആയിരിക്കും ഇൻക്ലൂഡ് ആവുക. ശരിക്കും 3,500 ഇൻക്ലൂഡ് ആവാൻ പാടുള്ളൂ. അപ്പൊ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 1,300 അത് മൈനസ് ചെയ്യണം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആക്ച്വൽ ഇൻട്രസ്റ്റ് ഇൻകം. ആക്ച്വൽ ഇൻട്രസ്റ്റ് ഇൻകം 41,400 ആയിരിക്കും നമ്മുടെ ആക്ച്വൽ ഇൻട്രസ്റ്റ് ഇൻകം. അപ്പൊ അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു, കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ പറയുന്നത് ക്വസ്റ്റ്യനില്? ഇനി ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ്, കോർപ്പറേഷൻ ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻ. അത് നമുക്ക് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ അല്ലേ, എല്ലാ ഇൻകംസും കിട്ടി. സോ ദി ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത്ര എമൗണ്ട് ആയിരിക്കും. ഓക്കെ, ഇനി അതിന്റെ മേലെ കോർപ്പറേഷൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. കോർപ്പറേഷൻ ടാക്സ് 25% വരും. സോ 25% ഓഫ് കോർപ്പറേഷൻ ടാക്സ്. അപ്പൊ ഇതില് മാർജിനൽ റിലീഫ് സാധനങ്ങളൊന്നും കിട്ടൂല അല്ലെ? മാർജിനൽ റിലീഫ് കിട്ടാത്ത എന്തുകൊണ്ടാണ്? ഇവരുടെ ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് വലിയൊരു എമൗണ്ട് ആണ് അല്ലെ? അതിനേക്കാളും ഹ്യൂജ് എമൗണ്ട് ആണ് ഇവരുടെ ഓഗ്മെന്റഡ് പ്രോഫിറ്റ്. ഓഗ്മെന്റഡ് പ്രോഫിറ്റ് എത്രയാ? 22 lakhs സംതിങ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ 250 എത്രയോ മേലെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മാർജിനൽ റിലീഫ് ഒന്നും കിട്ടില്ല. കോർപ്പറേഷൻ ടാക്സ് ഈ എമൗണ്ട് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഈ കമ്പ്യൂട്ടേഷന്റെ ആൻസർ. ഓക്കെ, നമുക്കിപ്പോ കോർപ്പറേഷൻ ടാക്സിലെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുള്ളതിൽ വൺ ഓഫ് ദി മോസ്റ്റ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരൽ റയർ ആണ്, പക്ഷെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ വരും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തെന്ന് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ റിക്വയർമെന്റിന്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത റിക്വയർമെന്റും കൂടി ഒന്ന് നോക്കാം. ഒരു 3 മാർക്കിന്റെ റിക്വയർമെന്റ് ആണ്. ഇപ്പൊ റിക്വയർമെന്റ് എന്താണെന്നുള്ളതൊന്ന് നോക്കിയേ. ഓക്കെ, റിക്വയർമെന്റ് പറയുന്നത് എക്സ്പ്ലെയിൻ why e-commerce PLC will not have been required to make quarterly installment in respect of its corporation tax liability for the year ended 31st March 25, but will have to do so for year ended 31st March 2026. Okay, അപ്പൊ ഇവിടെ ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്തുകൊണ്ട് ഈ കമ്പനി ഇൻസ്റ്റാൾമെന്റിൽ കോർപ്പറേഷൻ ടാക്സ് പേ ചെയ്യണ്ട എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് ചെറിയൊരു അതർ ഇൻഫർമേഷനും തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ അതർ ഇൻഫർമേഷൻ ഒന്ന് നോക്കിയേ. ഫോർ ദി ഇയർ എൻഡ് 31st March 24, e-commerce PLC had augmented profit of 13,60,000 and has forecast that its augmented profit for the year ended 31st March 26 will exceed 20 lakhs. E-commerce PLC does not have any associated companies. അപ്പോ ഇ-കൊമേഴ്സ് PLC നമ്മൾ ഈ ഇൻസ്റ്റാൾമെന്റിൽ കോർപ്പറേഷൻ ടാക്സ് പേ ചെയ്യുന്നത് ലാർജ് കമ്പനീസ് ആയിരിക്കുമല്ലോ. ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, സെൽഫ് അസസ്മെന്റിന്റെ കമ്പനീസിന്റെ സെൽഫ് അസസ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കമ്പനി ലാർജ് കമ്പനി ആവുന്നത് എപ്പോഴാ? ആ കമ്പനിയുടെ ഓഗ്മെന്റഡ് പ്രോഫിറ്റ് 15 lakhs ക്രോസ് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മുടെ ഇ-കൊമേഴ്സ് PLCയിൽ 31st March 2024 ഇവരുടെ ഓഗ്മെന്റഡ് പ്രോഫിറ്റ് ആകെ 13,60,000 ഉള്ളൂ. ഓക്കെ, അപ്പൊ 13,60,000 ആവുമ്പോ ഇവരെന്തല്ല, ഒരു ലാർജ് കമ്പനി അല്ല. ഓക്കെ, അപ്പോ ലാർജ് കമ്പനി ആവാത്തത് കൊണ്ട് തന്നെ അവർക്ക് കോർപ്പറേഷൻ ടാക്സ് ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ പേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ നെക്സ്റ്റ് ഇയർ എൻഡ് ആകുമ്പോൾ, ദെൻ ഫ്യൂച്ചർ ഇയർ എൻഡിലേക്ക് വരുമ്പോൾ 31st March 26 വരുമ്പോൾ ഇവരുടെ പ്രോഫിറ്റ് 2 lakh ഉണ്ട്, 20 lakhs ഉണ്ട്. അപ്പൊ അത് ഓഗ്മെന്റഡ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ഇൻകം ഫ്രം അൺകണക്റ്റഡ് കമ്പനി. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന എല്ലാം ഓഗ്മെന്റഡ് പ്രോഫിറ്റ് തന്നെ. അപ്പൊ ഈ ഓഗ്മെന്റഡ് പ്രോഫിറ്റ് 2026 ആകുമ്പോഴേക്കും 20 lakhs ആവും. 15 lakh പ്രോഫിറ്റ് ത്രെഷോൾഡിനേക്കാളും ഓഗ്മെന്റഡ് പ്രോഫിറ്റ് ഈ കമ്പനിക്ക് 26 ഉണ്ടാവും. അപ്പൊ 26 ഈ കമ്പനി ഒരു ലാർജ് കമ്പനി ആവും. ലാർജ് കമ്പനി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവര്
ഇൻസ്റ്റാൾമെന്റ്സിൽ കോർപ്പറേഷൻ ടാക്സ് പേ ചെയ്യണം. ആ തിയറിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. അപ്പൊ ആദ്യം പറയേണ്ടത് ആരാണ് ലാർജ് കമ്പനി. ഓക്കെ, ഇഫ് എ കമ്പനി എക്സീഡ്സ് ദി ഓഗ്മെന്റഡ് profit threshold of 15 lakhs, the company will be a large company. Then large companies should pay corporation tax in installments. So for the financial year 2024, e-commerce PLC is not a large company. And in the financial year 2026, its augmented profit is 20 lakhs. It exceeds the profit threshold of 15 lakhs. So it will become a large company in that financial year. So after that, the company should pay corporation tax in installments. ഇതാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, തിയററ്റിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്, അത് ചെയ്തു കൊടുക്കുക. ഓക്കെ, സോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇനി ചെറിയൊരു ബ്രേക്ക് എടുത്തോ. അടുത്ത നമ്മളൊരു ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുക. അപ്പോ ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ലീവ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സിൽ ജോയിൻ ചെയ്യും. ഒരു 7:58 ആയി, നമുക്കൊരു 8:05 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 7 മിനിറ്റ്സ് ബ്രേക്ക്. ഓക്കെ, സോ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞുള്ള ഒരു ടാക്സ് പ്ലാനിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കപ്ലാൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 106 ബേർട്ടി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോണേ. ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് ഇതിലെ റിക്വയർമെന്റ് ഒന്ന് നോക്കാം. അപ്പൊ അതിലെ ഫസ്റ്റ് റിക്വയർമെന്റ് ഇതാണ്: calculate the reduction in Bertie's income tax and employee class 1 national insurance contribution for the tax year 24-25 if the beneficial arrangements are implemented throughout the tax year rather than the existing arrangement. Not were relevant, you are expected to produce full income tax and employee class 1 NIC computation. ഓക്കെ, അപ്പൊ അതായത് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ റിക്വയർമെന്റിൽ തന്നെ എന്താണ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇതിന്റെ കണ്ടന്റ് എന്നുള്ളത് വിസിബിൾ ആണ്. അതായത് റിഡക്ഷൻ ഇൻ ഇൻകം ടാക്സ് ആൻഡ് NIC. അപ്പൊ ഒരു എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റും ഉണ്ട്, ബെനിഫിഷ്യൽ അറേഞ്ച്മെന്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് അറേഞ്ച്മെന്റ്സിൽ ബെനിഫിഷ്യൽ അറേഞ്ച്മെന്റ് എടുക്കുമ്പോൾ എത്ര എമൗണ്ട് ഇൻകം ടാക്സും ക്ലാസ് 1 NICയും കുറയും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സിനാരിയോ എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സിനാരിയോയിലേക്ക് ഒന്ന് പോകാം. അപ്പൊ സിനാരിയോയിൽ പറയുന്നത് എന്താ? You should assume that today's date is 25th March 2024. Bertie is a managing director of and 100% shareholder in Rebite PLC. Okay, അപ്പൊ ബെർട്ടി എന്ന് പറയുന്ന ആള് റിബൈറ്റ് PLCയുടെ ഷെയർ ഹോൾഡറും ആണ്, എംപ്ലോയിയും ആണ്, മാനേജിംഗ് ഡയറക്ടറും ആണ്. Okay, for the past few years, Bertie has taken a high level of director's remuneration from Rebite Limited to fund his personal pension contribution and the lease payments on lease payments on his private car. However, Bertie has now realized that these are not the most beneficial arrangement. Okay, and therefore considering the more beneficial alternative arrangements. Okay, അപ്പോൾ previously എല്ലാ വർഷവും ഈ പുള്ളിക്കാരൻ കമ്പനിയിൽ നിന്ന് വലിയ എമൗണ്ട് സാലറി വിഡ്രോ ചെയ്തു. അത് വിഡ്രോ ചെയ്തത് ആളുടെ പേഴ്സണൽ പെൻഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും, ആളുടെ സ്വന്തം കാറ് ലീസിനുള്ള കാറാണ് ആൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ലീസ്ഡ് കാറിന് വേണ്ടിയിട്ടുമാണ്, ലീസ്ഡ് കാറിന്റെ ലീസ് പേയ്മെന്റ് കൊടുക്കാനും വേണ്ടിയിട്ടുമാണ് ഈ സാലറി വിഡ്രോ ചെയ്തിരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ് ഇങ്ങനെയാണ്. അപ്പൊ നിലവിൽ ആള് എങ്ങനെയാണ് സാലറി ഒക്കെ വിഡ്രോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ബെർട്ടി കണ്ടിന്യൂസ് വിത്ത് ദി എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ് ഫോർ ദി ടാക്സ് ഇയർ 24-25, റിബൈറ്റ് ലിമിറ്റഡ് പേ ബെർട്ടി എ ഗ്രോസ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ഓഫ് 75. അപ്പൊ ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ സാലറി ആയിട്ട് എടുക്കുന്നത് 75,000 ആണ്. ബെർട്ടി വിൽ യൂസ് ഹിസ് പ്രൈവറ്റ് കാർ ഫോർ ബിസിനസ് മൈലേജ് with Rebite Limited paying a mileage allowance of 45 pence per mile for business journeys. Bertie will drive 10,000 miles in the performance of his duties for Rebite Limited during the tax year 24-25.
ഓക്കെ, അപ്പോൾ കമ്പനിയിൽ നിന്ന് 75,000 സാലറി വിഡ്രോ ചെയ്യും, സ്വന്തം കാറ് കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കും, ദെൻ 10,000 മൈൽസ് ഓടിക്കും, അതിന് കമ്പനി പേ ചെയ്യുന്നത് 45 പെൻസ് വെച്ചിട്ടാണ്. ഓക്കെ, ബർട്ടി വിൽ മേക്ക് പേഴ്സണൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് 25,000. Okay, Bertie does not have any other income. After taking account of the above, Rebate Limited's corporation tax liability for the tax year ended 5th April 25 will be 62,852. അപ്പൊ ഇതാണ് എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ്. അപ്പൊ എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റിൽ ഈ കമ്പനിയിൽ നിന്ന് ഇയാൾ സാലറി വിഡ്രോ ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ സ്വന്തം കാർ കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഇയാളുടെ പെൻഷനിലേക്ക് 25,000 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഈ സെയിം ടൈം റിബേറ്റ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ, കമ്പനിക്ക് ഒരു കോർപ്പറേഷൻ ടാക്സ് വരില്ലേ, കമ്പനിയിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റിൽ നിന്ന് ഇയാൾക്ക് സാലറിയും ഇയാളുടെ NICയും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കമ്പനിയിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റിന്റെ മേലെ കമ്പനിക്കും ഒരു ടാക്സ് വരുമല്ലോ. ആ കമ്പനിയുടെ കോർപ്പറേഷൻ ടാക്സ് ഓൾറെഡി നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, അതാണ് 62,852. അപ്പൊ ഇവിടെ നമുക്ക് എത്ര എമൗണ്ട് ടാക്സ് റിഡക്ഷൻ കിട്ടിയെന്ന് അറിയണമെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റിൽ ഇയാൾ എത്ര ടാക്സ് അടയ്ക്കുന്നുണ്ടാവും അറിയണ്ടേ. ഓക്കെ, അപ്പൊ ഈ എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റിൽ ഇയാൾ എത്ര ടാക്സ് അടയ്ക്കുന്നുണ്ടാവും അതാദ്യം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ് ആവുമ്പോൾ ഇയാള് സാലറി ആയിട്ട് വിഡ്രോ ചെയ്യുന്നത് 75,000 ആണ് സാലറി ആയിട്ട് വിഡ്രോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സ്വന്തം കാറ് കമ്പനിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്വന്തം കാറ് കമ്പനിക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈലേജ് അലവൻസ് എങ്ങനെയാണ്? അതായത് മൈലേജ് അലവൻസിൽ പറയുന്നത് അപ് ടു 10,000 മൈൽസ് വരെ 45 പെൻസ് വരെയാണ് സ്റ്റാറ്റ്യൂട്ടറി അപ്രൂവ്ഡ് മൈലേജ് അലവൻസ്. ഇതേ എമൗണ്ട് തന്നെയാണ് കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പൊ കമ്പനിയിൽ നിന്ന് എക്സ്ട്രാ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ടാക്സബിൾ ബെനിഫിറ്റ് മൈലേജ് അലവൻസ് റിലേറ്റഡ് ആയിട്ടൊന്നുമില്ല, അപ്പൊ അത് 0 ആണ്. പിന്നെ വേറെ ഇൻകംസ് ഒന്നും ഇയാൾക്ക് ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ഇയാളുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് ഇതായിരിക്കും, ഇയാളുടെ ടോട്ടൽ ഇൻകം 75,000. അപ്പൊ ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഇനി പേഴ്സണൽ അലവൻസ് കുറയ്ക്കാം. പേഴ്സണൽ അലവൻസ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 12,570 പേഴ്സണൽ അലവൻസ് മൈനസ് ചെയ്യാം. അപ്പോ 62,430 ടാക്സബിൾ ഇൻകം വരും. ഈ ടാക്സബിൾ ഇൻകത്തിന്റെ മേലെ ആയിരിക്കും ഇയാള് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടി വരാം. ഓക്കെ, അപ്പൊ 62,430 ഇൻകം ടാക്സ് വരും. ഓക്കെ, 62,430 ടാക്സബിൾ ഇൻകം വരും. അപ്പൊ ഈ ടാക്സബിൾ ഇൻകത്തിന്റെ മേലെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഈ ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇയാൾക്ക് ബേസിക് റേറ്റ് എക്സ്റ്റെൻഡ് ആവില്ലേ? അയാൾ ഓൾറെഡി ഇപ്പൊ പേഴ്സണൽ പെൻഷനിലേക്ക് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പേഴ്സണൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് എന്താവും, ബേസിക് റേറ്റിൽ എക്സ്റ്റെൻഡ് ആവും. അപ്പൊ ബേസിക് റേറ്റിൽ എക്സ്റ്റെൻഡ് ആയി, ബേസിക് റേറ്റ് അപ്പൊ എത്രയായിട്ടുണ്ടാവും, 37,700 എന്നുള്ള ബേസിക് റേറ്റ് 25,000 കൂടി എക്സ്റ്റെൻഡ് ആവും. അപ്പൊ 62,700 ബേസിക് റേറ്റ് വരും. ഓക്കെ, അപ്പോ അങ്ങനെ ആവുന്ന സമയത്ത് ഇൻകം ടാക്സ് വരുന്നത് 62,430 അല്ലേ ടാക്സബിൾ ഇൻകം ഉള്ളൂ. അപ്പൊ ഇൻകം ടാക്സ് ലയബിലിറ്റിയിൽ 62,430 ഇൻറ്റു 20% കംപ്ലീറ്റ്ലി നോൺ സേവിങ്സ് ഇൻകം അല്ലേ ആൾക്ക് കിട്ടുന്നത്, സാലറി ആണ്, നോൺ സേവിങ്സ് എംപ്ലോയ്മെന്റ് ഇൻകം ആണ്. അപ്പോൾ 12,486 ആയിരിക്കും ആളുടെ എന്തെന്ന് പറയുന്നത്, ഇൻകം ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ് ആവുമ്പോൾ ആൾക്ക് ഇത്രയും എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് ലയബിലിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റിൽ അയാൾ പേ ചെയ്യേണ്ട ഇൻകം ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഇൻകം ടാക്സ് ലയബിലിറ്റിക്ക് പുറമെ എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റിൽ ആൾ എന്ത് ചെയ്യേണ്ടി വരും, NICയും കൊടുക്കണ്ടേ അല്ലെ? NICയും കൊടുക്കേണ്ടി വരില്ലേ? കാരണം എംപ്ലോയി സാലറി ആയിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലാസ് 1 എംപ്ലോയി NIC പേ ചെയ്യേണ്ടി വരും. എംപ്ലോയി NIC കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 75,000 സാലറിന്റെ മേലെ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം 12,570 വരെ നമുക്ക് NIC ഇല്ല. ക്ലാസ് 1 എംപ്ലോയി NICയിൽ 12,570 വരെ 0 ആണ്. ദെൻ 5270 വരെ, 5270 മൈനസ് 12,570
അത്ര എമൗണ്ടിന് നമുക്ക് വരുന്നത് ക്ലാസ് 1 എംപ്ലോയി 8% ആയിരിക്കും. ഇത്ര എമൗണ്ടിന്റെ മേലെ 8% വരും. പിന്നെ അതിന്റെ എക്സസ് 75,000 മൈനസ് 5270, ഈ എമൗണ്ടിന്റെ മേലെ 2% NIC വരും. ഓക്കെ, അപ്പൊ ടോട്ടൽ NIC എന്ന് പറയുന്നത് ഇത്ര എമൗണ്ട് ആയിരിക്കും ടോട്ടൽ NIC ആള് പേ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇൻകം ടാക്സ് ആൻഡ് NIC എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റിൽ ടോട്ടൽ ഇൻകം ടാക്സ് ആൻഡ് NIC ആയിട്ട് ഇയാൾ എത്ര കൊടുക്കണം? NIC ആയിട്ട് 3511, ഇൻകം ടാക്സ് ആയിട്ട് 12,486, ടോട്ടൽ ഇത്ര എമൗണ്ട് ആൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റിൽ ഇത്ര എമൗണ്ട് ഓഫ് ടാക്സ് ആൾ കൊടുക്കേണ്ടി വരും. ഇനി ബെനഫിഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ട്. ബെനഫിഷ്യൽ അറേഞ്ച്മെന്റ് പിന്നീടാണ് പറയുന്നത്. അപ്പൊ ബെനഫിഷ്യൽ അറേഞ്ച്മെന്റിൽ പറയുന്നത് എന്താ? ഇഫ് ബർട്ടി അഡോപ്റ്റ്സ് ദി ബെനഫിഷ്യൽ അറേഞ്ച്മെന്റ് ത്രൂ ഔട്ട് ദി ടാക്സ് ഇയർ 24-25, ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ, റിബേറ്റ് വിൽ പേ ബർട്ടി ഡിവിഡൻഡ് ഓഫ് 35,000. ഓക്കെ, അപ്പോൾ ബെനഫിഷ്യൽ അറേഞ്ച്മെന്റ് ആകുമ്പോൾ അവിടെ എന്ത് വരും? ഡിവിഡൻഡ് എടുക്കുന്ന പറയുന്നത് 35,000 ഡിവിഡൻഡ് എടുക്കും. അപ്പൊ നമുക്ക് അടുത്ത സിറ്റുവേഷൻ നോക്കാം. ബെനഫിഷ്യൽ അറേഞ്ച്മെന്റ് ആകുമ്പോൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ? ബെനഫിഷ്യൽ അറേഞ്ച്മെന്റ് ആകുമ്പോൾ ഡിവിഡൻഡ് ഇൻകം ഉണ്ട്. അപ്പൊ ഡിവിഡൻഡ് ഇൻകം 35,000 ഡിവിഡൻഡ് ഇൻകം. ദെൻ ഓക്കെ, പിന്നെ പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ബർട്ടി റണ്ണിങ് പ്രൈവറ്റ് കാർ, റിബേറ്റ് ലിമിറ്റഡ് വിൽ പ്രൊവൈഡ് ബർട്ടി വിത്ത് എ കമ്പനി കാർ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ബെനഫിഷ്യൽ ബേസിസിൽ പറയുമ്പോൾ നമ്മളോട് പറയുന്നത് നമുക്ക് കമ്പനി കാർ പ്രൊവൈഡ് ചെയ്യും. അയാളുടെ സ്വന്തം കാർ കമ്പനിക്ക് വേണ്ടി യൂസ് ചെയ്യേണ്ട, കമ്പനി കാർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് ബർട്ടി റണ്ണിങ് എ പ്രൈവറ്റ് കാർ, റിബേറ്റ് ലിമിറ്റഡ് വിൽ പ്രൊവൈഡ് ബർട്ടി വിത്ത് എ കമ്പനി കാർ. This will be a electric car with list price of 37,000 and 0 CO2 emission per kilometer. Then the car will be leased by Rebate Limited at an annual cost of 12,000. Because the car will be electric, there will be no car fuel benefit. Okay, അപ്പൊ നമുക്കിവിടെ കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യാണ്? കാർ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ കാറ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇയാള് സാലറി ഒന്നും വിഡ്രോ ചെയ്യുന്നത് ഇതുവരെ പറഞ്ഞില്ല. സാലറി വിഡ്രോ ചെയ്യുന്നില്ലല്ലോ. സാലറിന്റെ അപ്പോ ബെനിഫിഷ്യൽ ബേസിസിലാകുമ്പോൾ പുള്ളിക്കാരൻ കമ്പനിയിൽ നിന്ന് സാലറി ഒന്നും വിഡ്രോ ചെയ്യുന്നില്ല, ഡിവിഡൻഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ കമ്പനിയുടെ കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനി കാർ യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് കാർ കമ്പനി കൊടുക്കുന്നത് ഇലക്ട്രിക് കാറാണ്. അപ്പൊ ഇലക്ട്രിക് കാർ കമ്പനിയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ എംപ്ലോയി അല്ലേ കമ്പനിയിലെ. അപ്പൊ ഒരു എംപ്ലോയിക്ക് കമ്പനിയിൽ നിന്ന് കാർ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കാർ ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അപ്പൊ കാർ ബെനിഫിറ്റ് നമ്മൾ എംപ്ലോയ്മെന്റ് ഇൻകത്തിലേക്ക് സാലറിയിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ ഇയാൾ സാലറി ഒന്നും വിഡ്രോ ചെയ്യുന്നില്ല. അപ്പൊ കാർ ബെനിഫിറ്റ് മാത്രം എംപ്ലോയ്മെന്റ് ഇൻകം ആവും. ഓക്കെ, അപ്പോ കാർ ബെനിഫിറ്റ് എപ്പോഴും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്തിന്റെ മേലെ ആയിരിക്കും? ഇവിടെ നമുക്ക് കമ്പനി കാർ ലീസിന് എടുത്തതാണ്, ലീസ് കോസ്റ്റ് തന്നിട്ടുണ്ട് 12,000, പിന്നെ കാറിന്റെ ലിസ്റ്റ് പ്രൈസ് 37 തന്നിട്ടുണ്ട്. അപ്പൊ കാർ ബെനിഫിറ്റ് എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലിസ്റ്റ് പ്രൈസിന്റെ മേലെ ആയിരിക്കും. സോ ലിസ്റ്റ് പ്രൈസ് ഓഫ് ദി കാർ 37,000. പിന്നെ ഇതൊരു ഇലക്ട്രിക് കാറാണ്. ഇലക്ട്രിക് കാർ ആകുമ്പോൾ നമുക്ക് കാർ ബെനിഫിറ്റിന്റെ പെർസെന്റേജ് ഡയറക്ട്ലി 2% ആണ്, വേറെ ഒന്നും നോക്കാനില്ല. അപ്പൊ നേരെ 2% എടുക്കും നമ്മൾ കാറ് അതിലേക്ക്. കാർ ബെനിഫിറ്റ് ആണ്, സാലറി ഇല്ല. അപ്പൊ ഡയറക്ട്ലി അത് തന്നെ എംപ്ലോയ്മെന്റ് ഇൻകം ആയിട്ട് നോൺ സേവിങ്സ് ഇൻകത്തിന്റെ അണ്ടറിൽ നമ്മൾ കാണിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ സിറ്റുവേഷൻ. അപ്പൊ ഇതിൽ നിന്ന് കാർ ബെനിഫിറ്റ് മാത്രം അയാളുടെയിലേക്ക് ആഡ് ചെയ്താൽ മതി. ദെൻ അതിനുശേഷം മൂന്നാമത്തെ നോട്ടിൽ പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ബർട്ടി പേഴ്സണലി മേക്കിംഗ് പേഴ്സണൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ, റിബേറ്റ് ലിമിറ്റഡ് വിൽ മേക്ക് പെൻഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് 25,000 ഇൻ ടു കമ്പനി പെൻഷൻ സ്കീം ഓൺ ഹിസ് ബിഹാഫ്. അപ്പോൾ ബെനിഫിഷ്യൽ ബേസിസിൽ പറയുന്നത് പേഴ്സണൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ പുള്ളിക്കാരൻ നടത്തണ്ട, അതിനു പകരം കമ്പനി ഒക്യുപ്പേഷണൽ പെൻഷനിലേക്ക് ഇയാൾക്ക് വേണ്ടിയിട്ട് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊരു ഒക്യുപ്പേഷണൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ നമുക്ക് ബെനിഫിറ്റ് ആണ്, പക്ഷെ എക്സംപ്റ്റഡ് ബെനിഫിറ്റ് ആണ്.
അതിപ്പോൾ നമ്മൾ സാലറിയിലേക്കോ എംപ്ലോയ്മെന്റ് ഇൻകത്തിലേക്കോ ആഡ് ചെയ്യേണ്ട. അപ്പോൾ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആൻസറിൽ മെൻഷൻ ചെയ്തേക്കാം, അത് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ബിഫോർ ടേക്കിംഗ് അക്കൗണ്ട് ഓഫ് എനി ഡിഡക്ഷൻസ് അണ്ടർ ദി ബെനിഫിഷ്യൽ അറേഞ്ച്മെന്റ്, dividends, leasing cost and pension contribution, Rebate Limited have a trading profit of 340,000 for the year ended 5th April 25. അപ്പോൾ ഈ ബെനിഫിഷ്യൽ അറേഞ്ച്മെന്റ് ചെയ്യുന്നതിന്റെ മുമ്പ്, അതായത് ഈ എന്തുവാ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പ്, അതേപോലെ കാറ് ലീസിന് എടുക്കുന്നതിന് മുൻപ്, പെൻഷൻ കോൺട്രിബ്യൂഷൻ ഇതൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് കമ്പനിയുടെ പ്രോഫിറ്റ് 340,000 ആണ്. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അപ്പൊ ഇവിടെ ഇയാൾക്ക് എത്ര ടാക്സ് വരും? ഇങ്ങനെ ഈ ബെനിഫിഷ്യൽ അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ ഇത്രയാണ് അയാളുടെ ഡിവിഡൻഡ് ഇൻകവും ഈ കാർ ബെനിഫിറ്റ് മാത്രമാണ് ആകെയുള്ള ഇൻകം ആയിട്ട് ഇയാൾക്ക് വരിക. അപ്പൊ ഇതില് എത്ര എമൗണ്ട് ഇയാൾക്ക് ടാക്സ് വരും എന്നുള്ളത് നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ, നമ്മളോട് റിക്വയർമെന്റിൽ അതല്ലേ പറഞ്ഞിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദി റിഡക്ഷൻ ഇൻ ബേർട്ടീസ് ഇൻകം ടാക്സ് ആൻഡ് എംപ്ലോയി ക്ലാസ് 1 NIC. അപ്പൊ ബേർട്ടിയുടെ ഇൻകം ടാക്സും ക്ലാസ് 1 NICയും എത്ര കുറയും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് ഈ സിറ്റുവേഷനിൽ ഇയാളുടെ ടോട്ടൽ ഇൻകം. ഓക്കെ, ടോട്ടൽ ഇൻകം കിട്ടി. ഇനി അതിൽ നിന്ന് പേഴ്സണൽ അലവൻസ് മൈനസ് ചെയ്യാം. പേഴ്സണൽ അലവൻസ് 12,570 മൈനസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം 740 നോൺ സേവിങ്സ് ഇൻകത്തിൽ നിന്ന് നമ്മൾ 740 മൈനസ് ചെയ്യും. അപ്പൊ ഇനി 12,570 ബാക്കിയുള്ളത് 12,570 മൈനസ് 740, റിമൈനിങ് പേഴ്സണൽ അലവൻസ് നമുക്ക് ഡിവിഡൻഡ് ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, സോ ടാക്സബിൾ ഇൻകം ഇത്രയായിരിക്കും. ഓക്കെ, അപ്പൊ ടാക്സബിൾ ഇൻകം 23,170 മാത്രമേ ഉള്ളൂ, അത് ഡിവിഡൻഡ് ഇൻകം ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മേലെ നമ്മൾ ഇൻകം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. ഇൻകം ടാക്സ് ലയബിലിറ്റിയിൽ ഡിവിഡൻഡ് ഇൻകത്തിന്റെ കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് 500 0% ആണ്. പിന്നെ ബാക്കിയുള്ള എമൗണ്ട് മുഴുവൻ ബേസിക് റേറ്റിന്റെ ഉള്ളിലാണ്. അപ്പോ 23,170 500 0% ടാക്സ് ചെയ്തു. റിമൈനിങ് എമൗണ്ട് 8.75% നമ്മൾ ടാക്സ് ചെയ്യും. അപ്പോ ഇൻകം ടാക്സ് വരുന്നത് 1983 ആണ് ഇൻകം ടാക്സ് വരിക. ഓക്കെ, അപ്പൊ ഇത്രയാണ് 1984 ഇൻകം ടാക്സ് വരും. ദെൻ ക്ലാസ് 1 NICയോ, NIC ഉണ്ടാവില്ല. അതായത് NIC നമ്മൾ എന്തിന്റെ മേലെ കാൽക്കുലേറ്റ് ചെയ്യുക? സാലറിന്റെ മേലെ. ഈ രണ്ടാമത്തെ സിറ്റുവേഷനിൽ സാലറി ഇല്ലല്ലോ, ഡിവിഡൻഡ് അല്ലേ ഉള്ളൂ, അപ്പൊ NIC ഇല്ല. അപ്പൊ അങ്ങനെയാവുമ്പോ ഇവിടെ ടോട്ടൽ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത് 1984 ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇൻകം ടാക്സ് 1984. അപ്പൊ ഇനി നമുക്ക് ഇതിലെ റിഡക്ഷൻ കണ്ടുപിടിച്ചൂടെ? അപ്പൊ റിഡക്ഷൻ ഇൻ ഇൻകം ടാക്സ് ആൻഡ് NICയിലും ഇൻകം ടാക്സിലും വരുന്ന റിഡക്ഷൻ എത്രയാ? എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റിൽ 15,997 ആയിരുന്നു, നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോ ഇപ്പോഴത്തെ ന്യൂ അറേഞ്ച്മെന്റിൽ ഇത് 14,013 ഉള്ളൂ, അല്ല 1984 ഉള്ളൂ. അപ്പോ റിഡക്ഷൻ എന്ന് പറയുന്നത് 14,013 ആണ് റിഡക്ഷൻ ഇൻ ഇൻകം ടാക്സ് ആൻഡ് NIC. ഇതാണ് നമ്മുടെ ആദ്യത്തെ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. രണ്ട് സിറ്റുവേഷനിലുമുള്ള ഇൻകം ടാക്സും NICയും കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത്തെ സിറ്റുവേഷനിൽ NIC ഇല്ല, അത് രണ്ട് സിറ്റുവേഷനിലെയും ടോട്ടൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര ടാക്സ് കുറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, സോ ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അല്ല ഫസ്റ്റ് റിക്വയർമെന്റ്. ഇനി നമുക്ക് അടുത്ത റിക്വയർമെന്റിലേക്ക് പോവാം, ബി റിക്വയർമെന്റ്. പിന്നെ നമ്മുടെ ബി റിക്വയർമെന്റിൽ പറയുന്നത് കാൽക്കുലേറ്റ് ദി ഇൻക്രീസ് ഇൻ റിബേറ്റ് ലിമിറ്റഡ്സ് കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി ഫോർ ദി ടാക്സ് ഇയർ എൻഡഡ് 5th April 25 if the beneficial arrangement are implemented throughout the year rather than the existing arrangement. So you are not expected to recalculate the corporation tax liability under the existing arrangement. You should assume that the rate of corporation tax remains unchanged. Okay, അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നത് ഈ ബെനിഫിഷ്യൽ അറേഞ്ച്മെന്റ് എടുക്കുമ്പോൾ നമ്മുടെ കോർപ്പറേഷൻ ടാക്സിൽ എന്ത് വ്യത്യാസം വരും, അതായത് കോർപ്പറേഷൻ ടാക്സ് എത്ര കൂടും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ കൂടുന്നുള്ള നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്
ഈ ഒരു പോർഷൻ, അതായത് എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ് എടുക്കുന്നതിന് മുൻപ് ആ കമ്പനിയിലുള്ള ട്രേഡിംഗ് പ്രോഫിറ്റ് എത്രയാണ്? കമ്പനിയിലുള്ള ട്രേഡിംഗ് പ്രോഫിറ്റ് ആക്ച്വലി അതൊരു 340,000 ആയിരുന്നു. 340,000 വാസ് ദി ട്രേഡിംഗ് പ്രോഫിറ്റ് ബിഫോർ ദിസ് ബെനിഫിഷ്യൽ അറേഞ്ച്മെന്റ്. ഇപ്പൊ 340,000 ട്രേഡിംഗ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ദെൻ അതില് ഡിവിഡൻഡ് ഈ ഓണർക്ക് കൊടുക്കുന്നുണ്ട്. ഡിവിഡൻഡ് നമ്മൾ എങ്ങനെയാ കൊടുക്കുക? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്നാണ് ഡിവിഡൻഡ് കൊടുക്കുക. ഓക്കെ, നമ്മൾ കോർപ്പറേഷൻ ടാക്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് കമ്പനിയിൽ ബാക്കിയുള്ള പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡ് എടുത്ത് കൊടുക്കുക. അപ്പൊ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഒരു ട്രേഡിംഗ് റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ അല്ലേ? ഓക്കെ, അപ്പൊ ഓണർക്ക് ഡിവിഡൻഡ് കൊടുത്തത് ഈ ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഡിവിഡൻഡ് കൊടുത്തത് മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ലീസിംഗ് കോസ്റ്റ്, അതായത് എക്സിസ്റ്റിംഗ് ഈ ന്യൂ അറേഞ്ച്മെന്റില്, ബെനിഫിഷ്യൽ അറേഞ്ച്മെന്റിൽ നമ്മളോട് പറയുന്നുണ്ട് കമ്പനി ഒരു കാറ് ലീസിന് എടുത്തിട്ട് എന്ത് ചെയ്യും? എംപ്ലോയിക്ക് കൊടുക്കും. അപ്പൊ ആ ലീസിംഗ് കോസ്റ്റ് എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ കമ്പനി ലീസിന് കാർ എടുക്കുന്നത്. അപ്പൊ ലീസിന് വേണ്ടി മുടക്കുന്ന എക്സ്പെൻസ് അത് ട്രേഡിംഗ് റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ അല്ലേ? അപ്പൊ ലീസിന്റെ കോസ്റ്റ് എത്രയായിരുന്നു? ലീസിന്റെ കോസ്റ്റ് അവിടെ തന്നെ ഉണ്ട്, 12,000. ഓക്കെ, അപ്പൊ ആ 12,000 നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യാം. കമ്പനിക്ക് ട്രേഡിംഗ് റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ ആണ് 12,000, അത് നമ്മൾ ഡിഡക്ട് ചെയ്തു. പിന്നെ പെൻഷൻ കോൺട്രിബ്യൂഷൻ, അതായത് കമ്പനിയുടെ എംപ്ലോയിക്ക് വേണ്ടി കമ്പനി പെൻഷൻ കോൺട്രിബ്യൂഷൻ നടത്തുന്നു. ഇത് ട്രേഡിംഗ് റിലേറ്റഡ് ആണ്, കാരണം എംപ്ലോയിയുടെ ആവശ്യത്തിന് വേണ്ടി കമ്പനി മുടക്കുന്ന പൈസയല്ലേ, ട്രേഡിംഗ് റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ അല്ലേ? അപ്പൊ അങ്ങനെ മുടക്കുന്നത് 25,000 ആണ്. ഈ 25,000 കമ്പനിയുടെ ട്രേഡിംഗ് ഇൻകത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്ര എക്സ്പെൻസുകളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര എക്സ്പെൻസ് വന്നു കഴിയുമ്പോൾ ഈ 340,000 പ്രോഫിറ്റ് ഉള്ളതിൽ 12,000 25,000 ട്രേഡിംഗ് റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ ആണ്. ഇത് രണ്ടും നമ്മൾ മൈനസ് ചെയ്യും. അപ്പൊ കമ്പനിയുടെ ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് 303,000 ആവും. അപ്പൊ ഇതിന്റെ മേലെ കമ്പനിക്ക് എന്ത് വരും? കോർപ്പറേഷൻ ടാക്സ് വരും. കോർപ്പറേഷൻ ടാക്സ് 25% ആണ് കമ്പനിക്ക് വരിക. സോ 303,000 ഇൻറ്റു 25, അപ്പൊ 75,750 ആണ് കമ്പനിയുടെ കോർപ്പറേഷൻ ടാക്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എത്ര കോർപ്പറേഷൻ ടാക്സ് കൂടുതൽ വന്നു എന്നാ. ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമുക്ക് തന്നിട്ടില്ലേ, എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ് ആണെങ്കിൽ കമ്പനിയിൽ വരുന്ന കോർപ്പറേഷൻ ടാക്സ് 62,852 ആണ്. ഓക്കെ, സോ ഇൻക്രീസ് ഇൻ കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത് 75,750 ആയി ഇപ്പോ ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്. അത് എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ് ആയിരുന്നപ്പോൾ അത് 62,852 ആയിരുന്നു. അപ്പൊ നമ്മുടെ കോർപ്പറേഷൻ ടാക്സ് കൂടിയത് 12,898 കോർപ്പറേഷൻ ടാക്സ് കൂടി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റിക്വയർമെന്റിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എഫക്റ്റീവ്ലി എത്ര ടാക്സ് ബെനിഫിറ്റ് ഉണ്ടായെന്ന് ചോദിക്കുന്നില്ല, ജസ്റ്റ് ഈ റിക്വയർമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ചിലപ്പോ എക്സാമിന് നമ്മളോട് ചോദിക്കാം, ഈ ബെനിഫിഷ്യൽ അറേഞ്ച്മെന്റ് എടുക്കുമ്പോൾ ടോട്ടൽ എത്ര ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടിയെന്ന് ചോദിക്കാം. ടോട്ടൽ ടാക്സ് ബെനിഫിറ്റ്, അതായത് ഈ എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ് വന്ന സമയത്ത്, ബെനിഫിഷ്യൽ അറേഞ്ച്മെന്റ് വന്ന സമയത്ത് ഇൻകം ടാക്സ് ആൻഡ് NIC റെഡ്യൂസ്ഡ് ആയി. ഇൻകം ടാക്സ് ആൻഡ് NIC റെഡ്യൂസ് ആയത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, 14,013 ഇൻകം ടാക്സ് റെഡ്യൂസ് ആയിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം എന്തായിട്ടുണ്ട്? നമ്മുടെ കോർപ്പറേഷൻ ടാക്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബെനിഫിഷ്യൽ ബേസിസ് എടുക്കുമ്പോൾ ഇൻകം ടാക്സ് കുറയുകയും ചെയ്തു, കോർപ്പറേഷൻ ടാക്സ് കൂടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ കുറഞ്ഞ ഇൻകം ടാക്സ് 14,013 കൂടിയ കോർപ്പറേഷൻ ടാക്സ് 12,898 ആണ്. അപ്പൊ ഇഫക്റ്റീവ്ലി ഇവിടുത്തെ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 115 ആണ്. ഇതാണ് ടോട്ടൽ ടാക്സ് ബെനിഫിറ്റ്. ഓക്കെ, നമ്മളോട് ഇത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, ചിലപ്പോൾ എക്സാംസിന് അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ എപ്പോഴും ടാക്സ് പ്ലാനിങ്ങിൽ ഈ ഒരു സംഭവം, കോർപ്പറേഷൻ ടാക്സ്, ഇൻകം ടാക്സ്, NIC, ഇത് തമ്മിലുള്ള കണക്ഷൻസ് അതൊന്ന് സെറ്റാക്കി വെച്ചേക്കാം. ഇതാണ് കണ്ടിന്യൂസ്ലി ചോദിക്കുന്ന ഒരു പാറ്റേൺ. ഓക്കെ, അതൊന്ന് സെറ്റാക്കി വെക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം.
അപ്പോൾ ഇങ്ങനത്തെ ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻസും ഞാൻ ഓൾറെഡി നമുക്ക് ക്ലാസ്സിൽ ഷെഡ്യൂൾ തന്നിട്ടുണ്ടല്ലോ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക, ഇനിയുള്ള ഡേയ്സ് നന്നായി പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കൺസേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ, സി യു, ഗുഡ് നൈറ്റ്.